ചെയർമാൻ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സർ, ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ മാഡം, ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി വി രാജേഷ് സർ, പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീ സുഭാഷ് ചന്ദ്രൻ സർ, പി കേശവദേവ് റൈറ്റ് സ്കീം കേരള പുരസ്കാര ജേതാവ് ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യം മാം, പുരസ്കാര കമ്മിറ്റി ശ്രീ വിജയ കൃഷ്ണൻ, ഡോക്ടർ അരുൺ ശങ്കർ, ഡോക്ടർ പി ജി ബാലഗോപാൽ സർ. സാഹിത്യം മനുഷ്യനെ കൂടുതൽ മനുഷ്യനാക്കുന്ന ഒരു യാത്രയാണെങ്കിൽ ആ യാത്രയിൽ മലയാളികളെ കൈപിടിച്ചു നടത്തിയ മഹത്തായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പി കേശവദേവ്. അധികാരത്തിന്റെയും അനാചാരങ്ങളുടെയും മുന്നിൽ തലകുനിക്കാതെ മനുഷ്യന്റെ ആത്മാഭിമാനത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടി തൂലിക പടവാളാക്കിയ എഴുത്തുകാരൻ. സമൂഹത്തിന്റെ അതിരുകളിൽ നിൽക്കുന്ന മനുഷ്യരുടെ ശബ്ദം സാഹിത്യത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന വിപ്ലവകാരി. ആ മഹാനായ എഴുത്തുകാരന്റെ സ്മരണയെ ആദരിക്കുവാനും അദ്ദേഹത്തിന്റെ ചിന്തകളെ ഇന്നിന്റെ തലമുറയിലേക്ക് വീണ്ടും എത്തിക്കുവാനും സമൂഹത്തിന് മാതൃകയായ വ്യക്തിത്വങ്ങളെ ആദരിക്കുവാനുമായി സംഘടിപ്പിക്കുന്ന 22ാമത് പി കേശവദേവ് പുരസ്കാര സമർപ്പണ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സായാഹ്നത്തിന് മംഗളകരമായ തുടക്കം കുറിക്കുന്ന പ്രാർത്ഥനയ്ക്കായി പുരസ്കാര കമ്മിറ്റി അംഗം ഡോക്ടർ അരുൺ ശങ്കറിനെ സാദരം ക്ഷണിക്കുന്നു. അക്ഷരാളി കളിതനുലതേ വേദമാകുന്ന ശാഖീ കൊമ്പത്തൻപോട് പൂക്കും കുസുമതയിലേന്തുന്ന ചെമ്പൊൽത്താർബാണടംഭ പ്രശമന സുഹൃദോപാത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തേ കുമ്പിടുന്നേ കടലിനവലയാധീശ്വരി വിശ്വനാഥേ ഈശ്വരി സീതാലക്ഷ്മി. ഈ ചടങ്ങിലേക്ക് ഏവരെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിനായി പി കേശവദേവ് ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സാറിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സാർ, ബഹുമാനപ്പെട്ട ലേബർ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ, ഉടനെ ഇവിടെ എത്തുവാൻ പോകുന്ന ആരാധനായ മേയർ ശ്രീ വി വി രാജേഷ്, 22ാമത് പി കേശവദേവ് പുരസ്കാര ജേതാക്കളായ ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യൻ, മറ്റ് പി കേശവദേവ് ട്രസ്റ്റ് ഭാരവാഹികൾ, പുരസ്കാര കമ്മിറ്റി അംഗങ്ങൾ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. വളരെ വളരെ ചുരുങ്ങിയ വാക്കുകളിലായിരിക്കും ഞാൻ ഈ സ്വാഗത പ്രസംഗം നടത്തുവാൻ പോകുന്നത്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനായിട്ട്. അപ്പോൾ വെറുതെ തിരക്കല്ല, അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചുമതലയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ബിയോണ്ട് പൊളിറ്റിക്സ് എല്ലാവരും ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി. അപ്പൊ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
ചാരിതാർത്ഥ്യമുണ്ട്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് അദ്ദേഹവുമായിട്ടുള്ളത്. അദ്ദേഹം പി കേശവദേവ് ജനിച്ച വടക്കം പറവൂരിലെ കഴിഞ്ഞ 25 വർഷത്തിലേറെയായിട്ടുള്ള MLA ആണ്. അങ്ങനെ വടക്കം പറവൂരിലെ അച്ഛന്റെ ജന്മനാടായ വടക്കം പറവൂരിലെ ഒരു ജനനേതാവാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നാമധേയത്തിൽ എനിക്ക് ഒരു ഡോക്ടർ എന്നല്ല, അതുകൂടെ പറയട്ടെ, വളരെ വേഗത്തിൽ ഇറങ്ങിപ്പോയി. ഡോക്ടർമാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു കാര്യം, ഒരു പ്രത്യേക വയോജന വകുപ്പ്, ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ചികിത്സ, ഇതെല്ലാം ഈ പുതിയ മന്ത്രിസഭ സ്ഥാനമേൽക്കുന്ന ആദ്യ ദിനങ്ങളിൽ തന്നെ അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഡോക്ടർമാരെ ഞങ്ങൾക്കും ഒരുപാട് ആശ്വാസം നൽകിയ പ്രസ്താവനയാണ് ഇത്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ. ഇതെന്റെ മകൻ കൃഷ്ണദേവാണ്. കൃഷ്ണദേവിനോടൊപ്പമുള്ളത് അവന്റെ മകൻ 8 മാസം പ്രായമുള്ള KR ഐറിസ് കൃഷ്ണദേവാണ്. സമ്മാനിക്കുന്നത് കേശവദേവിന്റെ 2 പുസ്തകങ്ങളാണ്, ഓടയിൽ നിന്നും അയൽക്കാർ. ഇനി അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു കൃഷ്ണ മേഡമാണ്. ബിന്ദു കൃഷ്ണ മേഡത്തിനെ എന്നെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ കേശവദേവ് ട്രസ്റ്റിന്റെ രക്ഷാധികാരി കൂടിയായ പീതാംബരക്കുറുപ്പ് ചേട്ടനാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഞങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു മന്ത്രിസ്ഥാനമാണ് ബിന്ദു മേഡത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ലേബർ, അതുപോലെ തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പ്. ഒരുപാട് പ്രതീക്ഷയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും നാമധേയത്തിൽ, ഈ കേശവദേവ് ട്രസ്റ്റിന്റെ നാമധേയത്തിൽ ഞാൻ ഈ കേശവദേവ് അനുസ്മരണ പ്രഭാഷണം നടത്തുവാനായിട്ട് മേഡത്തിന് ഫോണിലാണ് വിളിച്ചത്. അപ്പോൾ ഒരു മണിയും കൂടാതെ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു കൃത്യം നിർവഹിക്കുന്നതാണ് എന്ന് മേഡം പറയുന്നത്. ഇനി നമ്മുടെ പുരസ്കാര ജേതാക്കളാണ്. 2 പുരസ്കാര ജേതാക്കളാണ് ഇവിടെ ഉള്ളത്. വളരെ പ്രശസ്ത സാഹിത്യകാരനായ മാധ്യമ പ്രവർത്തകനായ ശ്രീ സുഭാഷ് ചന്ദ്രൻ. മാതൃഭൂമിയിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. കേശവദേവ് ട്രസ്റ്റിന്റെ അഭിനന്ദനങ്ങൾ, അതോടൊപ്പം സ്വാഗതം. ഈ തവണത്തെ ഡയംസ്ക്രീൻ കേരള പി കേശവദേവ് പുരസ്കാരത്തി ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനാണ്. ജന്മം കൊണ്ട് മലയാളിയാണ്, പക്ഷെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കർണാടകയിലാണ്. ഡോക്ടർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം. ജീവിച്ചിരിക്കുന്ന വേളയിൽ ആരോഗ്യമുള്ളപ്പോഴും നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്യാം എന്ന ഒരു മഹത്തായ ശക്തമായ സന്ദേശം നൽകുന്നതിന് വേണ്ടി സ്വന്തം കിഡ്നി പരിചയമില്ലാത്ത ഒരാൾക്ക് ദാനം ചെയ്തു. ഒരുപാട് രക്തദാനങ്ങൾ നടത്തി. യുദ്ധമേഖലയിൽ യമനും അഫ്ഗാനിസ്ഥാനിൽ പോയി പ്രവർത്തിച്ചു. അങ്ങനെ വളരെ യുണീക്ക് ഒരു കഥാപാത്രമാണ് ഈ ഡോക്ടർ തങ്കം. തങ്കത്തിനെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു വാക്ക് കൊടുക്കുകയുണ്ടായി. അദ്ദേഹം വന്ന് ആ കൃത്യം നിർവഹിക്കുക, സമ്മാനം നൽകുക, വിളക്കെത്തിക്കുക, മുഖ്യപ്രഭാഷണം നടത്തുക, മടങ്ങിപ്പോകുക. കാരണം ഈ ബഡ്ജറ്റിന്റെ തിരക്കിലാണ് അദ്ദേഹം. നമുക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ദീർഘമായിട്ട് ഞാൻ സംസാരിക്കില്ല. പക്ഷെ ഈ പുരസ്കാര ജേതാക്കളെ കുറിച്ചുള്ള വീഡിയോ അത് ഇപ്പോൾ പ്ലേ ചെയ്യുവാനായിട്ട് ഞാൻ അതൊന്നും ഇപ്പോൾ പ്രദർശിപ്പിക്കുക. ആദ്യത്തെ വീഡിയോ ശ്രീ സുഭാഷ് ചന്ദ്രന്റേതാണ്. ഞങ്ങൾ കേശവദേവ് ട്രസ്റ്റിലെ അംഗങ്ങളായ ആതിര, അബ്ദുൽ ഖാദർ, അഭിഷേക്, അഞ്ജന, അങ്ങനെ കുറച്ച് പേർ ചേർന്നാണ് ഈ വീഡിയോയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. പ്ലേ ചെയ്യാമോ? മലയാള സാഹിത്യ ലോകത്ത് സ്വന്തമായ ശൈലിയും ശക്തമായ ഭാഷയും കൊണ്ട് വായനക്കാരുടെ നെഞ്ചിൽ ഇടം നേടിയ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ. 1994 എറണാകുളം മഹാരാജാസിന്റെ മലയിൽ നിന്ന് 1ാം റാങ്കോടെ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായി തന്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചു. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, മാധ്യമപ്രവർത്തകൻ, വിശേഷണങ്ങൾ പലതാണ്. കാലുകളില്ലാതെ തണലും തണി
ലഭിച്ച ഏക എഴുത്തുകാരൻ എന്ന അപൂർവ നേട്ടം വിലയിരുത്തുന്നുണ്ട്. എന്റെ സുഹൃത്തായിട്ടുള്ളൊരു കഥാകൃത്ത് റഫറ്റിനെ പരിചയപ്പെടുത്തിയപ്പോൾ സുഭാഷ് പുതിയ എഴുത്തുകാരനാണ്. ആധുനികോത്തര സാഹിത്യ സംസ്കൃതി രൂപപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ മനുഷ്യനെ ഒരാമുഖം എന്ന നോവൽ 1,00,000-ലധികം പ്രതികൾ വിറ്റഴിഞ്ഞ മികച്ച ബെസ്റ്റ്സെല്ലറാണ്. മനുഷ്യജീവിതത്തിന്റെ ആഴങ്ങളും ബന്ധങ്ങളുടെ സങ്കീർണതകളും ഇത്രത്തോളം ഹൃദയസ്പർശിയായി അടയാളപ്പെടുത്തിയ മറ്റൊരു സമകാലിക എഴുത്തുകാരൻ കുറവായിരിക്കും. വായനമുറികളിൽ മാത്രമല്ല, വെള്ളിത്തിരയിലും അദ്ദേഹത്തിന്റെ കഥകൾക്ക് ജീവൻ വെച്ചു. വധക്രമം, സന്മാർഗം, ഗുപ്തം, പറുദീസ നഷ്ടം തുടങ്ങിയ കഥകൾ സിനിമകളായി രൂപാന്തരപ്പെട്ടു. ഇതിൽ പറുദീസ നഷ്ടം എന്ന കഥയെ ആസ്പദമാക്കിയാണ് പ്രശസ്ത മലയാള ചിത്രം ലാപ്ടോപ്പ് നിർമ്മിക്കപ്പെട്ടത്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. MTക്ക് ശേഷം, അല്ലെങ്കിൽ MTയുടെ വഴിയെ നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് സുഭാഷ് ചന്ദ്രൻ. MTയുടെ ശൈലി അനുകരിക്കുന്ന ഒരാളല്ല സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രന്റെ ശൈലി യുണീക്കാണ്, മൗലികമായതാണ്. അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത്. ഭാഷയുടെ സൗന്ദര്യവും ചിന്തയുടെ ആഴവും മനുഷ്യജീവിതത്തോടുള്ള ആത്മാർത്ഥമായ നിരീക്ഷണവും സമന്വയിപ്പിച്ച എഴുത്തുകാരൻ അപൂർവമായ രചനാ വഴിയിലൂടെ മനുഷ്യജീവിതത്തിന്റെ സത്വാത്മകത വെളിപ്പെടുത്തിയ ശ്രീ സുഭാഷ് ചന്ദ്രൻ ടി കേശവദേവിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 22ാമത് ടി കേശവദേവ് സാഹിത്യ പുരസ്കാരം സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. ഇനി അടുത്തത് ഡാൻസ് ഫ്രീ കേരള അവാർഡ് ഡോക്ടർ തങ്കം. ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യം സ്വന്തം തൊഴിലിനപ്പുറം അപരിചിതയായ ഒരു സ്ത്രീക്ക് വേണ്ടി സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ നൽകാൻ തീരുമാനമെടുത്തവർ. ഇന്ന് ഐ ഡോണ്ട് എക്സ്പെക്ട് ടു ചേഞ്ച് ദ വേൾഡ് ഓർ എനിത്തിങ്. ഐ ജസ്റ്റ് വാണ്ട് എല്ലാവരും ഇതിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. മരിച്ചതിന് ശേഷം എന്റെ ബോഡി എനിക്ക് യൂസ് ചെയ്യില്ല. അപ്പം അതിൽ നിന്നുള്ള ഓർഗൻ ഞാൻ കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ 8 തൊട്ട് 10 പേരുടെ ലൈഫ് എന്നെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റും. 1 donor many lives. 1 donor many lives. അതെ, ഒരു ദാതാവിലൂടെ പുനർജനിക്കുന്നത് ഒരുപാട് ജീവിതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ചികിത്സയല്ല, മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ പ്രവൃത്തിയാണ്. ബംഗളൂരുവിലെ പ്രശസ്ത ഫീറ്റൽ മെഡിസിൻ വിദഗ്ധയാണ് ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യം. 2014 അവയവദാനത്തിന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഡോക്ടർ ഒന്നു മാത്രമേ ചിന്തിച്ചുള്ളൂ: മരണാനന്തരമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് പുതുജീവൻ നൽകണം. പക്ഷേ ആ യാത്ര എളുപ്പമായിരുന്നില്ല. നിയമപരമായ തടസ്സങ്ങൾ, നിരസിക്കപ്പെട്ട അനുമതികൾ, കുടുംബത്തിൽ നിന്നുള്ള ആശങ്കകൾ. ഒരു ഘട്ടത്തിൽ അനാഥനായ ഒരു ആൺകുട്ടിക്ക് വൃക്ക നൽകാൻ ശ്രമിച്ചെങ്കിലും നിയമത്തിന്റെ ചുവപ്പ് നാടകളിൽ അത് തടസ്സപ്പെട്ടു. എന്നിട്ടും ഡോക്ടർ തങ്കം പിന്മാറിയില്ല. ഒരു പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2025 ഡിസംബറിൽ ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവ് ഡോക്ടർ നേടിയെടുത്തു. ഒടുവിൽ കഴിഞ്ഞ ഫെബ്രുവരി 10-ന് തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത 56 വയസ്സുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഡോക്ടർ തന്റെ ഒരു വൃക്ക ദാനം ചെയ്തു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവദാനം നടക്കണമെന്ന വലിയൊരു സന്ദേശമാണ് ഡോക്ടർ സമൂഹത്തിന് നൽകിയത്. കോവിഡ് കാലത്ത് ധീരയായ മുൻനിര പോരാളിയായി സേവനമനുഷ്ഠിക്കുകയും കോവിഡ് വാക്സിന്റെ ഫേസ് 3 മനുഷ്യ പരീക്ഷണത്തിൽ സന്നദ്ധ പങ്കാളിയാവുകയും ചെയ്തു. 50-ലധികം തവണ രക്തദാനം നിർവഹിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉത്കൃഷ്ടമായ മാതൃക കാട്ടി. ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് സംഘടനയുടെ ഭാഗമായി യമനിലും അഫ്ഗാനിസ്ഥാനിലും യുദ്ധഭൂമിയിൽ പോയി സേവനമനുഷ്ഠിച്ച 28 വർഷത്തെ പരിചയ സമ്പത്തുള്ള ഒരു യഥാർത്ഥ പോരാളിയാണ് ഡോക്ടർ തങ്കം. Tangam means gold in Tamil, my mother tongue, and Malayalam, my second mother tongue, because I'm from Kerala. ഈ നിസ്വാർത്ഥതയ്ക്കും വലിയ മനസ്സിന് മുന്നിൽ ആദരവോടെ പേര് പോലെ തന്നെ തങ്കം പോലെയുള്ള പ്രവൃത്തിയിലൂടെ ഏവർക്കും മാതൃകയായ ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യത്തിന് ഈ വർഷത്തെ ടി കേശവദേവ് ടൈപ്പ് സ്ക്രീൻ കേരള പുരസ്കാരം സമർപ്പിക്കുന്നു. എനിക്കൊന്ന് എല്ലാവർക്കും ഞങ്ങളുടെ പുരസ്കാര ജേതാക്കൾ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും ഒരു അംഗീകാരം കൂടിയാണിത്. ഞങ്ങൾ വളരെ ശ്രമപ്പെട്ടാണ് ഈ 2 പേരെയും തിരഞ്ഞെടുത്തത്. സാഹിത്യ പുരസ്കാര കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ ഡോക്ടർ ജോർജ് ഒണക്കൂർ സാർ. ഒണക്കൂറങ്ങൾ ആദ്യ കാലം മുതൽ, അതായത് ഞങ്ങൾ ഇത് തുടങ്ങുന്നത് മുതൽ ഞങ്ങളുടെ അംഗമാണ്, രക്ഷാധികാരിയാണ്. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് സമ്മതം ചെയ്യുന്നു. കൂടുതൽ ഒരാളാണ്, എങ്കിലും അവകാശം ഒഫീഷ്യലി ആവശ്യമില്ലെങ്കിൽ കൂടിയും. കൂടാതെ
ട്രസ്റ്റിന്റെ മറ്റ് ഭാരവാഹികളും വേദിയിലുണ്ട്. കൊച്ചിൻ ക്യാൻസർ സെന്ററിന്റെ ഡയറക്ടറായ ഡോക്ടർ PG ബാലഗോപാൽ. ഡോക്ടർ PG ബാലഗോപാലിന് സ്വാഗതം. അദ്ദേഹം ഡയറക്ടർ കേരള പുരസ്കാര സമിതി ചെയർപേഴ്സണാണ്. നമ്മുടെ വിജയകൃഷ്ണൻ ചേട്ടനുണ്ട്. വിജയകൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചലച്ചിത്ര സംവിധായകനാണ്, നിരൂപകനാണ്. അദ്ദേഹവും കേസുവിധ ട്രസ്റ്റിന്റെ ആരംഭം മുതൽ തന്നെ ഈ സമിതിയിൽ അംഗമാണ്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൂടുതൽ വിളിപ്പിക്കുന്നില്ല. 22 വർഷങ്ങളായിട്ട് ഈ ചടങ്ങ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് നടത്തുവാൻ കഴിയുന്നുണ്ട്. ട്രസ്റ്റിന് നടത്തുവാൻ കഴിയുന്നത് അച്ഛൻ ഈ കേശവദേവന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. നന്ദി, നമസ്കാരം. അക്ഷരങ്ങളിലൂടെ വിപ്ലവം സൃഷ്ടിച്ച P. കേശവദേവ് എക്കാലവും മാനവരാശിക്ക് മുന്നിൽ വെച്ച സന്ദേശം ജനാധിപത്യത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും മനുഷ്യ സമത്വത്തിന്റേതുമായിരുന്നു. കാലം എത്ര കഴിഞ്ഞാലും ആ മൂല്യങ്ങളെ നെഞ്ചേറ്റുകയും സമൂഹത്തിൽ അവയ്ക്ക് കാവലാളാവുകയും ചെയ്യുക എന്നത് ഓരോ പൊതുപ്രവർത്തകന്റെയും കടമയാണ്. വ്യക്തമായ നിലപാടുകൾ കൊണ്ടും ജനങ്ങൾക്കിടയിലുള്ള സജീവമായ ഇടപെടലുകൾ കൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച ജനകീയനായ നായകനാണ് ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറെ ആദരണീയനായ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവരുടെ 2026 P. കേശവദേവ് പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഈ സായാഹ്നത്തിന്റെ ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. P. കേശവദേവ് സാഹിത്യ പുരസ്കാരം. ഈ വർഷത്തെ P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സുഭാഷ് ചന്ദ്രനാണ്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പുരസ്കാരം സമ്മാനിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 50,000 രൂപയിൽ ആർട്ടിസ്റ്റ് ശ്രീ DD ദർശൻ P. കേശവദേവ് സാഹിത്യ പുരസ്കാരം. മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു. സേവനം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. ഈ വർഷത്തെ P. കേശവദേവ് ഡയറ്റ് സ്ക്രീൻ കേരള പുരസ്കാരം ലഭിക്കുന്നത് പ്രശസ്ത ഗൈനക്കോളജിസ്റ്റും മനുഷ്യ സ്നേഹത്തിന്റെ അപൂർവ മാതൃകയുമായ ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനാണ്. ഒരു അപരിചിത രോഗിക്ക് സ്വന്തം രക്തദാനം ചെയ്ത വൈദ്യശാസ്ത്രരംഗത്തെ മികവും മനുഷ്യ സ്നേഹവും പരിഗണിച്ചാണ് ഈ ആദരം. 50,000
ശ്രീ BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് P. കേശവദേവ് ഫയർ സ്റ്റേറ്റ് പുരസ്കാരം. ഏറ്റവും ബഹുമാന്യയായ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ, നമുക്ക് ഏറെ പ്രിയപ്പെട്ട ശ്രീ ജോർജ് വടക്കൂർ സാർ, അവാർഡ് ജേതാക്കളായ ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യൻ, പ്രിയപ്പെട്ട ഡോക്ടർ ജ്യോതി ദേവ്, നമ്മുടെ ബഹുമാന്യയായ ശ്രീമതി സീതാലക്ഷ്മി കേശവദേവ്, ഈ ട്രസ്റ്റിന്റെ ഭാരവാഹികളെ, അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, 22ാമത് കേശവദേവ് പുരസ്കാരങ്ങൾ നൽകാനുള്ള നിയോഗമാണ് എനിക്കുണ്ടായിരിക്കുന്നത്. ഞാൻ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ശ്രീ ജ്യോതിദേവിയുടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പറവൂരിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ, ഒരു ധിക്കാരിയായി കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന വ്യവസ്ഥാപിത സമ്പ്രദായങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്ത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കാര്യങ്ങളെ മുഴുവൻ അതിശക്തിയായി ഉയർന്നു വന്ന ഒരു എഴുത്തുകാരൻ. എല്ലാ എഴുത്തുകാരുടെയും വഴിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ വേറിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് എല്ലാ മലയാളിയും ശ്രീ കേശവദേവനെ കാണുന്നത്. അദ്ദേഹം ആരുടെ കൂടെയായിരുന്നു? പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ കൂടെയായിരുന്നു. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചിരുന്ന സാധാരണ മനുഷ്യരുടെ കൂടെയായിരുന്നു. അവരുടെ സങ്കടങ്ങൾ, അവരുടെ ദുഃഖം, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ദാരിദ്ര്യം, അവരുടെ കഷ്ടപ്പാടുകൾ, അതെല്ലാം കാണുമ്പോൾ കണ്ണു നിറഞ്ഞിരുന്ന ഒരാളായിരുന്നു. അവരെ കുറിച്ചാണ് അദ്ദേഹം മുഴുവൻ എഴുതിയത്. ഓടയിൽ നിന്നും അയൽക്കാരും റിക്ഷാക്കാരും എല്ലാ പ്രധാനപ്പെട്ട കൃതികളിലെയും കഥാപാത്രങ്ങൾ ഈ സമൂഹത്തിലെ ഏറ്റവും സാധാരണ മനുഷ്യരെ കുറിച്ചാണ്. സാധാരണ എഴുത്തിന്റെ വഴിയിൽ നിന്നും വേറിട്ട് സഞ്ചരിച്ച് തന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന അമർഷവും പ്രതിഷേധവും ദേഷ്യവും എതിർപ്പും എല്ലാം തന്റെ കഥാപാത്രങ്ങളിലൂടെ, തന്റെ കഥകളിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എതിർപ്പെന്നുള്ള ആത്മകഥ തന്നെ എത്ര ആത്മാർത്ഥതയുള്ള ഒരു ആത്മകഥയാണ്. പലരും ആത്മകഥയും ജീവചരിത്രങ്ങളും എല്ലാം എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോവുകയും അപ്രിയങ്ങളായ കാര്യങ്ങൾ മറന്നുപോവുകയും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇല്ലാത്ത കാര്യം. ഈ മനുഷ്യൻ സത്യസന്ധമായിട്ടാണ് തന്റെ ആത്മകഥയെ എതിർപ്പ്. അതിനിപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലരിങ്ങനെ എഴുതാൻ വേണ്ടി എഴുതും, ചിലർക്ക് എഴുതാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എഴുതും. ഞാൻ അങ്ങനെ എഴുതാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എഴുതുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞ ഒരാൾ. ആ എതിർപ്പ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളോടുള്ള എതിർപ്പുകളായിരുന്നു. എപ്പോഴും തന്റെ അമ്മ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ കണ്ണീര് വന്നിരുന്നൊരു മകനായിരുന്നു. എല്ലാവരും അത് വായിക്കുമ്പോൾ എല്ലാവരുടെയും അമ്മമാരെ കുറിച്ച് ഓർക്കും. എത്രമാത്രം കഷ്ടപ്പെട്ടാണ്, ത്യാഗങ്ങൾ സഹിച്ചാണ് അമ്മമാര് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. കുട്ടികൾ കെട്ടി താരാട്ട് പാടി കുഞ്ഞി കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കി വളർത്തിയെടുത്ത് വലുതാവുമ്പോൾ മക്കൾ തനിക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ അമ്മയെ കൊല്ലുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം ആലോചിക്കും. സ്വന്തം അമ്മയെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ കണ്ണു നിറയുകയും അമ്മയെ കുറിച്ച് ഓർക്കുകയും അമ്മയുടെ സങ്കടങ്ങൾ ഓർക്കുകയും ചെയ്യുന്ന ഒരാൾ. ആ എതിർപ്പിന്റെ ശബ്ദം അദ്ദേഹം കേരളത്തിന്റെ സാഹിത്യ മണ്ഡലത്തിലൂടെ, പൊതുമണ്ഡലത്തിലൂടെ ഉയർത്തി. അത് നിത്യജീവിതത്തിലും അതുണ്ടായിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളോട് യോജിപ്പുണ്ടായിരുന്നു. ഹിന്ദുമതത്തിലെ സംവിധാനങ്ങളോട് പോരടിച്ചു. അന്ന് നിലനിന്നിരുന്ന ആ യാഥാസ്ഥിതികതയെ,
അതിശക്തമായി എതിർത്തു ആര്യ സമാജത്തിൽ ചേർന്നു. പക്ഷെ അദ്ദേഹത്തിന് ചിലർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഒരിടത്തും വേണം നമ്മൾ കുറെ തളർന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പല മനുഷ്യരും കോംപ്രമൈസ് ചെയ്യും, വിട്ടുവീഴ്ചകൾ ചെയ്യും. അങ്ങനെ ഒന്നിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു അദ്ദേഹം. ആര്യ സമാജത്തിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അതിന്റെ ആശയങ്ങളോടും ആഭിമുഖ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിലനിന്നിരുന്ന പ്രവണതകളെ ചോദ്യം ചെയ്ത് അതിൽ നിന്ന് പുറത്തുപോയി. ആ എതിർപ്പിന്റെ നിഷേധി എന്നാണല്ലോ നമ്മൾ എതിർക്കുന്നവരെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അഹങ്കാരി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കും. ആത്മവിശ്വാസത്തോടു കൂടി സമൂഹത്തിൽ കാണുന്ന തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യുന്നവർ നമ്മുടെ മുമ്പിൽ ധിക്കാരികളും നിഷേധികളും ഒക്കെയാണ്. അങ്ങനെയാണ് അവരെ നമ്മളെല്ലാം ചിത്രീകരിക്കുന്നത്. പക്ഷെ അവരെല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കി ജീവിതത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ നേരിട്ടറിഞ്ഞ് അതിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അതിനോടുള്ള പ്രതിഷേധവും അമർഷവും നിരാശയും സങ്കടവും വാക്കുകളിലൂടെ, അതിമനോഹരമായ വാക്കുകളിലൂടെ പ്രതിഫലിപ്പിച്ച് ഒരു സാഹിത്യ ലോകം തീർത്ത ഒരാളാണ് ശ്രീ കേശവദേവ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഈ അവസരത്തിൽ ആദരവുകൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ കേശവദേവ് നമ്മുടെ ട്രസ്റ്റ് പുരസ്കാരങ്ങൾ നൽകി വരികയാണ്. ഈ വർഷത്തെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2 പേരാണ്. ആദ്യത്തെയാൾ ശ്രീ സുഭാഷ് ചന്ദ്രൻ. ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഞാൻ തമ്മിൽ ഡയലോഗ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അവസാനത്തെ ഒരു നോവലേറ്റ് അത് ശ്രീ M. മൂന്നേട്ടൻ എനിക്ക് നൽകിക്കൊണ്ടാണ് അത് കോഴിക്കോട് വെച്ച് ജ്ഞാനസ്നാനം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു നീണ്ട കഥയെന്നോ നോവലെന്നോ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്തു. ഞാൻ അദ്ദേഹത്തിന്റെ 2 നോവലുകൾ വായിച്ചിട്ടുണ്ട്. മനുഷ്യനൊരു ആമുഖം ഒരു മലയാളിയും വായിക്കാതെ പോകരുത് എന്നാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന. എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു പുസ്തകമായിരുന്നു മനുഷ്യന് ഒരു ആമുഖം. അതിലെ കഥാപാത്രങ്ങൾ, ജീവസുറ്റ കഥാപാത്രങ്ങൾ, നമുക്ക് ചുറ്റും അവരുണ്ട് എന്നുള്ള തോന്നലാ നമുക്ക് ആ പുസ്തകം വായിച്ചു തീരും. ഞാൻ ഏതോ പാതിരാത്രിയിൽ എപ്പോഴാണ് ആ പുസ്തകം വായിച്ചു തീർത്തപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. കാരണം പുസ്തകം വായിച്ച് തീർത്തിട്ട് ഇതുപോലൊരു പുസ്തകം എഴുതിയ എഴുത്തുകാരനോട് ഒരു വാക്കു പറയാതെ ഉറക്കം വരില്ല എന്നുള്ള നിലയിലായിരുന്നു. ഞാൻ പറഞ്ഞ വാചകം ഞാൻ നന്നാവാൻ തീരുമാനിച്ചത്. കാരണം ആ മനുഷ്യന്റെ ആമുഖത്തെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം നമുക്ക് നേരത്തെ നമ്മുടെ കണ്ണാടി തിരിച്ചു പിടിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ പറയുന്ന പ്രവർത്തികൾ, നമ്മൾ കാണിക്കുന്ന അവഗണനകൾ, നമ്മൾ കാണിക്കുന്ന പലതരത്തിൽ നമ്മൾ അറിയാതെയും അറിഞ്ഞും കാണിക്കുന്ന ക്രൂരതകൾ എത്രയോ മനുഷ്യരെ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിൽക്കുന്ന മനുഷ്യരെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് ആ കഥാപാത്രം നമ്മളോട് പറയുന്നത്. വളരെ രസകരമായ മുഹൂർത്തങ്ങൾ, നമ്മുടെ മനസ്സിൽ എന്നും ഓർത്തുവെക്കാൻ കഴിയുന്ന മുഹൂർത്തങ്ങൾ, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന മുഹൂർത്തങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. രണ്ടാമത്തെ നോവൽ സമുദ്രശിലയാണ്. സമുദ്രശിലയും വ്യത്യസ്തതകൾ ഉള്ള ഒരു പുസ്തകമാണ്. വളരെ വിശദമായി ഒരു പുസ്തക പരിചയം പോലെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന, ദീർഘമായി സംസാരിക്കാൻ കഴിയുന്ന പുസ്തകമാണ്. ജ്ഞാനസ്നാനം ചെറിയ പുസ്തകമാണെങ്കിലും അത് ഒരുപാട് സന്ദേശം നൽകുന്ന ആണ്. അദ്ദേഹത്തിന്റെ കഥകൾ, നമ്മളെല്ലാം MTയെ വായിച്ചു വളർന്ന തലമുറയിൽപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാം MTയെ ഇഷ്ടപ്പെട്ടത് MT സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ, സാമൂഹ്യ അന്തരീക്ഷങ്ങൾ, അതുപോലെ ഭാഷ, അതിമനോഹരമായ ഭാഷ. ഞാനിതുകൊണ്ടാണ് അന്ന് പറഞ്ഞത്, നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്ന, നമ്മൾ ആരാധിച്ചു പോകുന്ന ഒരു ഭാഷയുടെ ഉടമയാണ് ശ്രീ സുഭാഷ് ചന്ദ്രൻ എന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ സുഭാഷ് ചന്ദ്രന്റെ ആരാധകനാണ് എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം കൂടുതൽ എഴുതണം, ഇനിയും കൂടുതൽ എഴുതാൻ അദ്ദേഹത്തിന് കഴിയും. ഞാൻ കരുതുന്നത് അദ്ദേഹം എഴുതുന്ന കഥകളിലെ, നോവലുകളിലെ കഥാപാത്രങ്ങളുമായും അതിലെ മുഹൂർത്തങ്ങളുമായും നിരന്തരമായി സംവദിച്ച് സംഘർഷത്തിന്റെ വല്ലാത്ത മേഖലകളിലേക്ക് പോകുന്ന ഒരാൾ കൂടിയാണ് സുഭാഷ് ചന്ദ്രൻ. വല്ലാത്ത സംഘർഷം എഴുതുമ്പോൾ അനുഭവിക്കുന്ന ഒരാൾ, എഴുതുമ്പോഴും എഴുത്തു കഴിഞ്ഞാലും അനുഭവിക്കുന്ന ഒരാളാണ്. കാരണം തികഞ്ഞ ആത്മാർത്ഥതയും സത്യസന്ധതയും എഴുത്തിനോട് നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ ഈ കേശവദേവ് പുരസ്കാരം സമ്മാനിച്ചത് എന്നത് എന്നെ ഏറെ സന്തോഷഭരിതനാക്കുന്നു. ഇനിയും മലയാളത്തിന്
ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് കഥകൾ, ഒരുപാട് നോവലുകൾ എഴുതി മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യം, നമ്മൾ അത്ഭുതപ്പെടും ചിലരുടെ ജീവിതയാത്ര കണ്ടാൽ. അവർക്ക് വേണമെങ്കിൽ ഒരുപാട് പണം സമ്പാദിച്ച് ഒരു നല്ല ഡോക്ടറായി ഇനിയും ഒരുപാട് പേഷ്യൻസിനെ ചികിത്സിച്ച് കുറെ കൂടെ പണം സമ്പാദിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷെ തന്റെ ജോലി ചെയ്യുന്നതിനിടയിൽ മനുഷ്യരെ കുറിച്ച് ഓർക്കുകയും അവരുടെ സങ്കടങ്ങളെ കുറിച്ച് ഓർക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. നീ കൊടുക്കുമോ നിന്റെ വൃക്ക? നീ കൊടുക്കുമോ നിന്റെ ലിവർ? ഏതെങ്കിലും അവയവങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ത്യാഗം ചെയ്യും. വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം, മരിച്ചു കഴിയുമ്പോൾ എല്ലായിടത്തും നോക്കണം. അതുപോലും എഴുതി വെക്കുമ്പോ അത് സങ്കല്പിച്ച് മരിച്ചു കഴിഞ്ഞ് ആ ടേബിളിൽ കിടക്കുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകുന്നത്, അത് കീറി മുറിച്ച് ആ അവയവങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് പേടിച്ച് എഴുതി വെച്ചത് മാറ്റിവെച്ച ആളുകളെ കുറിച്ച് എനിക്കറിയാം. എന്നോട് തന്നെ, അതായത് ഇത് മരിച്ചു കഴിയുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോകുന്നത് ഒന്ന് വിഷ്വലൈസ് ചെയ്തു, ഒന്ന് സങ്കല്പിച്ച് ദൈവമേ അത് വേണ്ട എന്ന് കരുതിയത് മാറ്റിവെക്കുന്ന ആളുകൾ എഴുതി കൊടുത്തത്, പ്രൊജക്ട് എഴുതി കൊടുക്കുമല്ലോ, അതൊക്കെ ഒപ്പിട്ട് കൊടുക്കും മരിച്ചു കഴിഞ്ഞിട്ടത്. അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന, യമനിലും അഫ്ഗാനിസ്ഥാനിലും പോയിട്ട് യുദ്ധ സംഘർഷങ്ങളുള്ള ആ ഭൂമിയിൽ പോയി അവിടെ നിന്നൊരു ഡോക്ടറുടെ ജോലി ചെയ്യാൻ ധൈര്യം കാട്ടിയ ഒരാളാണ് എന്നത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിലുണ്ട് എന്നത് വലിയൊരു കാര്യമാണ്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, അവരുടെ സംഘടനകളെ കുറിച്ച് ചിന്തിക്കുക. ഒരു അവയവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേർ, ഒരു കിഡ്നി മാറ്റിവെക്കാൻ, ലിവർ മാറ്റിവെക്കാൻ കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യർ, ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കാത്തിരിക്കുന്ന എത്രയോ നിസ്വരായ സാധാരണക്കാരായ മനുഷ്യരുള്ള ഒരു നാട്ടിലാണ് ഈ സമൂഹത്തിൽ മുഴുവൻ മാതൃക കാണിച്ചുകൊണ്ട് ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യം വെളിച്ചം വിതറിക്കൊണ്ട് നമ്മുടെ മുമ്പിലൂടെ നടക്കുന്നത്. നമ്മൾ നടക്കുന്ന വഴികളിലെ അന്ധകാരമുള്ള ഈ വഴികളിൽ ഇതൊരു വെളിച്ചമായിട്ടാണ് ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യം വരുന്നത്. എന്റെ ഈ ദിവസം വളരെ സമ്പന്നമായി എന്ന് ഞാൻ കരുതുന്നു. വലിയ രണ്ട് മനുഷ്യർക്ക്, വലിയൊരു മനുഷ്യന്റെ നാമധേയത്തിലുള്ള അവാർഡുകൾ നൽകാനുള്ള, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലുള്ള ദൈവനിയോഗമായി ഞാനിതിനെ കണ്ടുകൊണ്ട് ഈ പുരസ്കാരങ്ങൾ അവർക്ക് രണ്ടുപേർക്കും സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം, ഈ അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. നന്ദി സർ. പി കേശവദേവന്റെ സാഹിത്യ ജീവിതത്തെയും ചിന്തകളെയും ഇന്നത്തെ കാലഘട്ടത്തിലെ ചിന്തകളെയും ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രസക്തിയെയും കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തുന്നതിനായി പി കേശവദേവ് സാഹിത്യ പുരസ്കാര കമ്മിറ്റി ചെയർമാനായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ സ്വാഗതം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ ആദരണീയായ അധ്യക്ഷ ശ്രീ കേശവദേവിന്റെ സഹധർമ്മിണി ശ്രീമതി സീതാലക്ഷ്മി ദേവ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവர்கள், വേദിയിൽ നമ്മളോട് ഒപ്പം ഉള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ, ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സുഭാഷ് ചന്ദ്രൻ, പ്രിയങ്കരിയായ ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യൻ, പ്രിയപ്പെട്ട ജ്യോതിദേവ്, ഡോക്ടർ ബാലഗോപാൽ, പ്രിയങ്കരനായ ശ്രീ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ പേരെടുത്ത് പറഞ്ഞു പോലത്തെ വിജയകൃഷ്ണ ഡോക്ടർ അരുൺ, ശ്രീ വിജയകൃഷ്ണൻ, മറ്റ് സദസ്സിലുള്ള സഹോദരന്മാർ,
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ 22 വർഷം ആയി കേശവദേവ് പുരസ്കാരം നമ്മൾ സമ്മാനിക്കുകയാണ്, സാഹിത്യത്തിനുള്ള പുരസ്കാരം. അതിന് ശേഷം ഏതാനും വർഷം കൂടി കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട അംഗം സുബ്രഹ്മണ്യന് ഇപ്പോൾ സമർപ്പിച്ച ഡയബ് സ്ക്രീൻ പുരസ്കാരത്തിന്റെ സമർപ്പണ ചടങ്ങ് ആരംഭിച്ചത് എന്ന് ഞാൻ നോക്കുന്നു. അപ്പോൾ ആ ഒരു 5 വർഷത്തെ വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആദ്യമായി ആരംഭിച്ച കേശവദേവ് സാഹിത്യ പുരസ്കാരം നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭ വ്യക്തികൾക്ക് വർഷം തോറും സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ അനുഗ്രഹീതമായ ഒരു പുരസ്കാര സമർപ്പണമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേശവദേവ് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലെ നക്ഷത്ര പ്രകാശം ആണ്. നവോത്ഥാന സാഹിത്യകാരൻ, മാനവികതയുടെ ശബ്ദം ഏറ്റവും ഉച്ചത്തിൽ മുഴക്കി നമ്മെ കേൾപ്പിച്ച മഹാശയനായ എഴുത്തുകാരനാണ് കേശവദേവ്. ഇവിടെ മുഖ്യമന്ത്രി വളരെ വിശദമായി ദേവിയറിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. കേരളീയ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ എഴുത്തുകാരൻ ഒരിക്കലും ശബ്ദം താഴ്ത്തി സംസാരിക്കാതെ ഉച്ചത്തിൽ സംസാരിച്ച, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് അതിന്റെ മുഴക്കം കടത്തിവിട്ട എഴുത്തുകാരനാണ് കേശവദേവ്. ഓരോ കൃതിയും ഓരോ ശക്തമായ അനുഭവം സമ്മാനിക്കുന്നു. എന്നോട് ഈ അവാർഡിന്റെ ആമുഖം എന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഇവിടെ അവതാരക എന്നെ വിളിച്ചപ്പോൾ ഞാൻ ദേവിയായിട്ട് കൃതികളിലൂടെ കടന്നുപോകും എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഓരോ കൃതിക്കും ഓരോ ശബ്ദമുണ്ട്, അതിന്റെ മുഴക്കം ഉണ്ട്. ഭ്രാന്താലയം, ഇന്ത്യ വിഭജനത്തിന്റെ വ്യഥകൾ, അത് മനുഷ്യ മനസ്സുകളിൽ ഏൽപ്പിച്ച ആഘാതം എത്ര ശക്തമാണ് എന്ന് കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ഭ്രാന്താലയം മലയാളത്തിന്റെ ഒറ്റപ്പെട്ട മഹത്തായ നോവൽ ആണ്. ഇവിടെ എല്ലാവരും എപ്പോഴും ഓർമ്മിക്കുന്ന ദേവിയേട്ടന്റെ പുസ്തകം ഓടയിൽ നിന്ന്, അത് നോവൽ എന്നുള്ള നിലക്കും അഭ്രപാളികളിൽ അത് സൃഷ്ടിച്ച, ഞാൻ ഈ ദിവസങ്ങളിൽ സത്യമാഷെ കുറിച്ചും എനിക്ക് സംസാരിക്കേണ്ട ഒരവസ്ഥ ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയുണ്ടായി. വാസ്തവത്തിൽ നമ്മുടെ ചലച്ചിത്ര ലോകത്ത് ഓടയിൽ നിന്ന് ഒരു മാറ്റത്തിന്റെ മഹാ അധ്യായം രചിച്ചു ചേർത്ത അഭ്രകാവ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹമായി തീർന്ന അയൽക്കാർ എന്നുള്ള നോവൽ, ചലച്ചിത്രമാക്കിയ സ്വപ്നം പോലുള്ള മറ്റ് നോവലുകൾ, റൗഡി പോലുള്ള നോവലുകൾ, മലയാള സാഹിത്യത്തെ ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടത്തിൽ സ്വാധീനിച്ച വ്യക്തിത്വം എന്നുള്ളതിലേക്കാണ് നാം അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക മുഖം ഒരു കാലത്ത് കേശവദേവായിരുന്നു എന്ന് ഞാൻ നോക്കുന്നു. ഒരുമിച്ച് നടത്തിയ യാത്രകളുടെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഏറെ മനസ്സിലുണ്ട്. കേരള സാഹിത്യ അക്കാദമിയിൽ കേശവദേവ് അധ്യക്ഷനായിരുന്ന ഘട്ടത്തിലാണ് അക്കാദമിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, എനിക്കൊന്നും ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞാണ് ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. 26-27 വയസ്സ് പ്രായമുള്ളപ്പോൾ കേരള സാഹിത്യ അക്കാദമിയിൽ അംഗമായി തീർന്ന് ദേവിയോടൊപ്പം ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്ത കാലങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഓരോ യാത്രയും ഓരോ അനുഭവമായിരുന്നു, ഓരോ കഥാവിഷ്കാരം ആയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ നിന്ന് ദേവിയേട്ടന്റെ കാറിലാണ് ഞങ്ങൾ അക്കാദമിയിൽ പോകുന്നത്. പ്രസിഡന്റ് മുൻ സീറ്റിൽ ഇരിക്കും, ഡ്രൈവർക്ക് ഇടതുവശത്തുള്ള സീറ്റിൽ കേശവദേവ് വളരെ ഗാംഭീര്യത്തോടുകൂടി ഇരിക്കും. പുറകിലത്തെ സീറ്റിൽ നടുക്ക് ഏങ്ങിയിരിക്കാനായിരുന്നു എന്റെ നിയോഗം. ഇടതുവശത്ത് മഹാനായ PC കുട്ടിക്കൃഷ്ണനും വലതുവശത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ OIV കുറുപ്പും. അങ്ങനെ രണ്ടുപേരുടെ ഇടയിൽ ഇറങ്ങിയിരുന്ന് അക്കാദമിയിലേക്ക് ചെയ്ത യാത്രകൾ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. മടങ്ങി വരുമ്പോൾ ഒരാളെ കൂടി ഞങ്ങൾ ഈ കാറിൽ കയറ്റും. അത് മഹാനായ തകഴി ശിവശങ്കരപ്പിള്ളയാണ്. അതുകൊണ്ട് എത്ര പ്രയാസപ്പെട്ടായിരുന്നു എന്റെ യാത്ര എന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷെ ആ ധന്യമായ ഓർമ്മകൾ മനസ്സിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ നിൽക്കുന്നു. ആ വലിയ സ്നേഹത്തിന്റെ ഓർമ്മകൾ എന്റെ മുൻപിൽ നിൽക്കുന്നു. എല്ലാവർക്കും സ്നേഹം വളർന്നു കൊടുത്ത, തൂലിക പടവാളാക്കി
വലിയൊരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി തീർന്ന മഹാനായ എഴുത്തുകാരൻ പി കേശവദേവ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ പ്രിയപ്പെട്ട ജ്യോതിദേവ് കേശവദേവ് അന്ന് കുട്ടിയാണ് എങ്കിലും വളർന്നപ്പോ ചെയ്തൊരു മഹത്തായ കാര്യം, ഒത്തിരി നന്മകൾ ജ്യോതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയാതെയല്ല ഞാൻ പറയുന്നത്. അച്ഛന്റെ പേരിൽ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിന് ഒരു രൂപം കൊടുത്തു. അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ആരുടെയും ആനുകൂല്യം സമ്പാദിക്കാതെ ഒരു സഹായധനവും എങ്ങു നിന്നും ലഭ്യമാകാതെ ഈ ട്രസ്റ്റ് അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 22 വർഷം ആയി ഈ അവാർഡ് സമ്മാനിക്കും. സാഹിത്യ അവാർഡ് ഈ വർഷം സമ്മാനിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രനാണ്. ശ്രീ സുഭാഷ് ചന്ദ്രനെ കുറിച്ച് ഞങ്ങൾ ചർച്ച കൊണ്ടിരുന്നത് സുഭാഷ് ചന്ദ്രൻ എന്നാണ് പറയുന്നത്, സുഭാഷ് ചന്ദ്രൻ എന്നാണ് പറയേണ്ടത് എന്നാണ്. ഭാഷിക്കുന്ന പ്രകാശം ചൊരിയുന്ന മലയാള സാഹിത്യത്തിലെ ഒരു പൗർണമി വെളിച്ചം തരുന്ന സുഭാഷ്, നല്ല ഭാഷയോടുകൂടി നിൽക്കുന്ന ചന്ദ്രൻ, പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രൻ എന്ന് മനസ്സിലാതെ പറയാൻ സാധിക്കും. പത്രപ്രവർത്തകരാണ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്ററാണ് എന്നുള്ളത് നിൽക്കട്ടെ. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് മലയാള നോവലിന്റെ ഉത്തരാധുനിക ഘട്ടത്തിന്റെ ഏറ്റവും ശക്തനായ എഴുത്തുകാരൻ ആര്, കഥാകാരൻ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ശ്രീ സുഭാഷ് അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രൻ എന്ന് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുക. മറ്റൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഈ പുരസ്കാരത്തിന് പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രനെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കൃതികളുടെ മഹത്വം, അത് പുരസ്കാര ധന്യമാണ് എന്നുള്ളത് മറ്റൊരു അനുഗ്രഹം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന ചെറുകഥാ സമാഹാരത്തിന് എനിക്ക് തോന്നുന്നു അത് ആദ്യമായിട്ട് ഒരു പുരസ്കാരത്തിന് സുഭാഷ് ചന്ദ്രനെ തെരഞ്ഞെടുക്കാൻ കാരണമായി തീർന്ന പുസ്തകമെന്ന് എനിക്ക് തോന്നുന്നത്. അക്കാദമി അവാർഡ് കിട്ടി, കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ആ പുസ്തകത്തിന് കിട്ടി. അതുപോലെ മറ്റ് ഓടക്കുഴൽ അവാർഡ് പോലുള്ള പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തെ തേടിയെത്തി എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. മനുഷ്യനെ രാമുഖം, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി വളരെ വിസ്തരിച്ച് പറഞ്ഞ പുസ്തകം, പ്രത്യേകതയുള്ള ശൈലിയിൽ പ്രത്യേകതയുള്ള സമീപനത്തിൽ പ്രത്യേകതയുള്ള എഴുത്തിന്റെ വഴികളിൽ പുതിയ ഒരു ചൈതന്യം വിതയ്ക്കുന്ന ആ വിശിഷ്ടമായ നോവൽ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് അർഹമായി, ഒപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും അതിനെ തേടിയെത്തുകയുണ്ടായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അപ്പൊ ആ നിലയ്ക്ക് നല്ല വായന നമുക്ക് നൽകുന്ന കഥകളും നോവലുകളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെ സമ്മാനിക്കുന്ന പ്രതിഭാധനനായ സുഭാഷ് ചന്ദ്രനാണ് കേശവദേവിന്റെ ദേവിയേട്ടന്റെ പേര്, കേശവദേവി പറയാൻ ധൈര്യമില്ല, ദേവിയേട്ടന്റെ പേരിലുള്ള ഈ പുരസ്കാരം സമ്മാനിക്കാൻ ഭാഗ്യമുണ്ടായത്, തെരഞ്ഞെടുക്കാൻ ഭാഗ്യമുണ്ടായത് എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ആ പുരസ്കാര നിർണയ സമിതിക്ക് ഒരു സമിതിയാണ് ഇപ്പോൾ മാറ്റേണ്ട കാലമായി എനിക്ക് തോന്നുന്നു. ഇതിന്റെ ഭാഗമായി തീരാനുള്ള അവസരം എനിക്ക് നൽകിയതിന് പ്രിയപ്പെട്ട ജ്യോതി ദേവിനോട്, ആ കുടുംബത്തോട്, ഇത് കൊച്ചുമോളെ വളരെ സന്തോഷമായി. കൃഷ്ണദേവിനെ കണ്ടു, കുഞ്ഞു മോളെയും ഇവിടെ വെച്ച് ഇപ്പോൾ കാണാൻ ഇടയായി. ആ ഒരു കുടുംബത്തിന്റെ ഒരു സാന്ദ്രമായ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ എന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അമ്മയെ ഇവിടെ, പ്രിയപ്പെട്ട സീതാലക്ഷ്മി ദേവിനെ ഇവിടെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് ആരോഗ്യവതിയായി കാണാൻ ഭാഗ്യമുണ്ടായി എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. സുനിത കാര്യമായി ശുശ്രൂഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ? എല്ലാം ഒരു കുടുംബത്തിന്റെ അനുഗ്രഹം പോലെ മനസ്സ് ചെയ്യുന്ന ഒഴുകിയെത്തുന്ന അനുഗ്രഹത്തിന്റെ മഹാസ്മരണങ്ങളായിട്ട് എനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദേവിയേട്ടന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ജ്യോതിദേവ് നമ്മുടെ സാഹിത്യത്തിന് അതുപോലെ സാംസ്കാരിക രംഗത്തും തന്റെ പിതൃ സ്മരണ ധന്യമാക്കുന്നതിന് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ കേവലം ഒരു എന്താ പറയുക, ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് അധ്യാപകനാണ് പറയുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ശ്ലാഘിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ ഒരു പക്ഷേ മറ്റാരും കണ്ടെത്തുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ട തങ്കം സുബ്രഹ്മണ്യൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. ഇവിടെ ഡോക്ടർ ബാലഗോപാൽ ഒരു പഴയൊരു ശിഷ്യനാണ്.
വലിയൊരു ആളാണ്. ക്യാൻസർ സെന്ററിന്റെ ഡയറക്ടറായി വന്നത് അത് കേൾക്കുമ്പോൾ തന്നെ വലിയ അഭിമാനമുണ്ട്. അപ്പോൾ ബാലുവിനെയും ജ്യോതിയെയും ഒക്കെ എന്താണ് രൂപപ്പെടുത്തിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഒരു ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മലയാളിയായി മനസ്സിൽ സൂക്ഷിക്കാവുന്ന നമ്മുടെ സ്വന്തം സഹോദരി ആണ് ഈ മഹതി. അവരെയും ഈ വേദിയിൽ വെച്ച് അംഗീകരിക്കാൻ കഴിയും എന്നുള്ളത് വലിയ സന്തോഷമായി അഭിമാനമായി കരുതുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സന്തോഷം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു എഴുത്തുകാരൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം മാത്രമാണ് ഇല്ലാതാകുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ചിന്തകളും സ്വപ്നങ്ങളും സമൂഹത്തോടുള്ള ചോദ്യങ്ങളും തലമുറകളിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ശാശ്വത സാന്നിധ്യമാണ് പി കേശവദേവ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും സാഹിത്യത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് പി കേശവദേവ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ അവർകളെ സാദരം ക്ഷണിക്കുന്നു. മലയാളത്തിന്റെ അതുല്യ പ്രതിഭ പി കേശവദേവ് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മഹനീയമായ സമ്മേളനത്തിൽ സ്വാഗതം നൽകിയ പി കേശവദേവ് ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി ബഹുമാന്യ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്, ആമുഖ പ്രഭാഷണം നടത്തിയ പി കേശവദേവ് സാഹിത്യ പുരസ്കാര കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജോർജ് ഓണക്കൂസ്, നമ്മുടെ ഈ പുരസ്കാരദാനം നിർവഹിച്ചു വേദി വിട്ടിറങ്ങിയ കേരളത്തിന്റെ ജനപ്രിയ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇവിടെ എല്ലാവരും അടയാളപ്പെടുത്തിയതുപോലെ മലയാള സാഹിത്യ തറവാട്ടിൽ തൻ്റെതായ ഇടം നേടിയ ആ പൂമുഖത്ത് കസേര പിടിച്ചിട്ടിരിക്കുന്ന ഏറ്റവും പ്രതിഭാശാലിയായ എഴുത്തുകാരൻ ശ്രീ സുഭാഷ് ചന്ദ്രൻ. അതുപോലെ ഇന്നാണ് ഡോക്ടറെ തങ്കം സുബ്രഹ്മണ്യനെ കുറിച്ച് കേൾക്കുന്നത്. മുമ്പ് ഡോക്ടർ പറഞ്ഞിരുന്നു, എങ്കിലും നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് എന്താ പറയാ, എങ്ങനെ പറയണമെന്നറിയില്ല, വിവരിക്കാൻ വാക്കുകളില്ല. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട, സാധാരണ ഇന്നത്തെ കാലത്ത് എല്ലാവരും പ്രസംഗമേ ഉള്ളൂ, പ്രവൃത്തികളിലൂടെ കാണിച്ചു തന്ന മനുഷ്യത്വവും മാനവിക മൂല്യങ്ങളും പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യൻ, പ്രിയപ്പെട്ട സുനിത ജ്യോതിദേവ്, അതുപോലെ പ്രിയപ്പെട്ട ശ്രീ വിജയകൃഷ്ണൻ, അതുപോലെ പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ ബാലഗോപാൽ, പ്രിയങ്കരിയാൻ, നമ്മളൊക്കെ ഒരുപാട്, ഞാനടക്കം ഒരു തലമുറ ഒരുപാട് വായിച്ചറിഞ്ഞിട്ടുള്ള അമ്മ സീതാലക്ഷ്മി ദേവ് അടക്കം ഡോക്ടറുടെ മകനും കുടുംബവും ഉൾപ്പെടെ ശ്രീ പി കേശവദേവിനെയും കുടുംബത്തിനെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. മനുഷ്യനാണ് ഏറ്റവും വലിയ സത്യമെന്ന് അക്ഷരങ്ങളിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തിയ സാഹിത്യകാരൻ കൂടിയാണ് ശ്രീ പി കേശവദേവ്. ഞാനെന്ന വ്യക്തി എൻ്റെ ചെറുപ്പത്തിൽ രാമനാമത്തിന് ശേഷം ആദ്യം പാടി പതിഞ്ഞ പാട്ടെന്ന് പറയുന്നത് ഓടയിൽ നിന്ന് സിനിമയിലെ അമ്മേ അമ്മേ നമ്മുടെ അമ്പിളി മാമൻ എപ്പോൾ വരും എന്നുള്ള പാട്ടായിരുന്നു. എത്രയോ വർഷം പാടി നടന്നതാണ്. അങ്ങനെ അക്ഷരം ചേർത്ത് വായിക്കാറായപ്പോൾ വായിച്ച കൃതികളിൽ ഒന്നുകൂടിയാണ്. അതുൾപ്പെടെ ഒട്ടുമിക്ക കൃതികളും അക്കാലങ്ങളിൽ വളരെ ആവേശത്തോടുകൂടി വായിച്ച് തീർത്തിട്ടുള്ളതാണ്. മലയാള സാഹിത്യം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും എപ്പോഴും പ്രചോദിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ ഏറ്റവും വലിയ പ്രതിഭയും മനുഷ്യസ്നേഹിയും അനീതികൾക്കെതിരെ പോരാടിയ, ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തൂലിക പടവാളാക്കിയ എഴുത്തുകാർ, അത് കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന രംഗത്ത് അവർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഇന്ന് നമ്മളെല്ലാവരും കാണുന്ന രീതിയിൽ കുറേയെങ്കിലും നമ്മുടെ സമൂഹം നന്നായിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ പ്രതിഭാതനായ ഈ എഴുത്തുകാരെ പോലെയുള്ള ഒത്തിരി സാഹിത്യകാരന്മാരുടെ സർഗാത്മക ഇടപെടൽ കൂടി ഉള്ളതുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഒരു സാഹിത്യകാരനെ അടയാളപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം വെച്ചിട്ടല്ല, മറിച്ച് മരണാനന്തരവും അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള ആശയങ്ങൾ, ജീവിത മൂല്യങ്ങൾ, അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ
നമുക്കൊരു സാഹിത്യകാരനെ അടയാളപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ആ നിലയ്ക്ക് പി കേശവദേവ് എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ പ്രസക്തി ഇന്നുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ എന്തെല്ലാം നേടിയെടുത്തു എന്ന് പറയുന്നത്. കാരണം മനുഷ്യരെല്ലാം സമന്മാരാണ്, മാനവികതയാണ് ഏറ്റവും വലിയ കാര്യം എന്നതൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ഉദാത്തമായി നമ്മൾ പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് മാറിക്കൊണ്ടിരിക്കുക. 60കളിലും 70കളിലും 80കളിലും ഒക്കെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും അടക്കം ആകർഷിച്ച ആശയം എന്ന് പറയുന്നത് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയാണ്, ജാതി രഹിത സൊസൈറ്റിയാണ്, ആ സമൂഹമാണ്. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുവോ എന്ന് സംശയിക്കുന്ന കാലത്ത് അനീതികൾക്കെതിരെയുള്ള, അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ എല്ലായിടത്തും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഓരോ കൃതികളിലും നമ്മൾ കാണുന്നത് ഓരോ മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന, ഒരുപക്ഷെ സാധാരണ ഒരു കാര്യം നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ഓരോ ആത്മചിന്തകൾ അതൊരു വലിയ കഥാതന്തുവായി പരിണമിച്ച് വികാസം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നതാണ്. നിസ്സാരമെന്ന് തോന്നുന്നതും അതുപോലെ തന്നെ താരതമ്യേന അത്ര പ്രസക്തമല്ല എന്ന് തോന്നുന്ന സംഭവങ്ങൾ പോലും കഥയ്ക്ക് വിഷയമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സാഹിത്യകൃതികൾ രചിക്കപ്പെട്ടു. അയൽക്കാർ, ഭ്രാന്താലയം, ഉലക്ക, നദി, അതുപോലെ ആർക്കു വേണ്ടി തുടങ്ങിയ കൃതികളും നേരത്തെ മുഖ്യമന്ത്രി പരാമർശിച്ചതുപോലെ എതിർപ്പുകൾ എന്ന ആത്മകഥയും അടക്കം ഓരോ സാഹിത്യകൃതിയും നമുക്ക് സമ്മാനിച്ചത് തീർച്ചയായും വലിയ വായനാനുഭവങ്ങൾ മാത്രമല്ല, അതൊരു സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കൂടിയാണ്. റിക്ഷാക്കാരന്റെ ജീവിതത്തിലൂടെയാണ് മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ വിലയടക്കം അടയാളപ്പെടുത്തിയത്. അതുപോലെ സാമൂഹിക അവഗണനയ്ക്കെതിരായിട്ടുള്ള വലിയൊരു സന്ദേശം കൂടി അത്തരം കാര്യങ്ങളിൽ രേഖപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ അയൽക്കാരനുടെ മനുഷ്യബന്ധങ്ങളുടെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും സങ്കീർണത ആവിഷ്കരിച്ചത് നമുക്ക് മറക്കാനാവില്ല. കൃതികളെല്ലാം തന്നെ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഓരോ മലയാളിക്കും. ആദ്യം സൂചിപ്പിച്ചതുപോലെ പി കേശവദേവ് എന്ന നാമം എന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എന്നും ഓർമ്മകളായി മാത്രമല്ല മാർഗദർശിയായി തന്നെ അദ്ദേഹം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കൃതികൾ ദിശാസൂചികകളായി ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. 22 വർഷമായി ട്രസ്റ്റ് ഏറ്റവും നന്നായി കൊണ്ടുപോകുന്നത് തീർച്ചയായും പ്രിയപ്പെട്ട ഡോക്ടർ ജ്യോതി ദേവ അവരുടെ ഏറ്റവും സമർപ്പിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാം. ഡോക്ടർ എന്നെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തിയപ്പോഴാണ്. പക്ഷെ ഞാൻ ഡോക്ടറെ പരിചയപ്പെടുന്നത് അതിന് എത്രയോ കാലം മുമ്പാണ്. 2000 ഞാൻ LLM-ന് ഇവിടെ ഗവൺമെന്റ് ലോ കോളേജ്, തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ രോഗബാധിതയായി ആശുപത്രിയിൽ അഡ്മിറ്റായി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ വാർഡിലാണ് കിടക്കുന്നത്. സ്ത്രീകൾ ആരെങ്കിലും കൂടെ നിൽക്കാൻ, മറ്റുള്ളവരൊന്നും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ തന്നെയാണ് അമ്മയോടൊപ്പം 1.25 മാസം ആശുപത്രിയിലുണ്ടായിരുന്നു. അത്രയും നാൾ ഞാൻ തന്നെയാണ് എൻ്റെ അമ്മയോടൊപ്പം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡോക്ടർ മുരുകേശിന്റെ യൂണിറ്റിൽ ജ്യോതിദേവ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജ്യോതിയിൽ ഡോക്ടർമാർ വന്ന് പരിശോധിക്കും, ആരാണെന്ന് നമുക്ക് അറിയാൻ നിവർത്തിയില്ലല്ലോ ആ കാലത്ത്. പക്ഷെ ആരോ പറഞ്ഞു ഇങ്ങനെ കേശവദേവ്, പി കേശവദേവന്റെ മകനാണ്. എനിക്കുണ്ടായ ആരാധന, കാരണം ചെറുപ്പത്തിലെ പുസ്തകങ്ങളെല്ലാം വായിച്ച ആളായതുകൊണ്ട് വലിയ ആരാധനയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, ശരിയാണോ, എന്നാളുടെ മകനാണോ എന്ന് ചോദിച്ചു. ആണ് എന്ന് അറിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം ഇന്നും എൻ്റെ മനസ്സിൽ അതേ തെളിമയോടുകൂടി നിൽക്കുകയാണ്. ഞാൻ എല്ലാവരും എക്സാം ഒക്കെ എഴുതുന്നത് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടാണ്. അന്ന് തൊട്ട് അദ്ദേഹത്തെ അറിയാം. പിന്നീട് അടുത്ത ഇടപെടലുകൾ ഇന്നും പി കേശവദേവ് എന്ന് പറയുന്ന മലയാളത്തിന്റെ ഏറ്റവും മികച്ച സാഹിത്യകാരന്റെ മകൻ, ഒരുപക്ഷെ ആധുനിക ചികിത്സാ രംഗത്ത് ഏറ്റവും കൂടുതൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന ആള് കൂടിയാണ്. ആ ഏറ്റവും ഉന്നതമായ വ്യക്തിത്വത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളെല്ലാം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യ വ്യക്തിത്വങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലെ ശ്രീ സുഭാഷ് ചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലൊരു അംഗമെന്ന നിലയിൽ പ്രതിഭാധനനായ അദ്ദേഹത്തെ നമ്മളെല്ലാവരും ഓർക്കുന്നു. ഞങ്ങൾ തമ്മിൽ പറയുകയായിരുന്നു, മുൻപൊക്കെ ഈ സംസാരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായി ഞങ്ങൾ സമപ്രായക്കാരാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പ്രായം എന്ന് പറയുമ്പോൾ വളരെ ഏജായ, അല്ലെ, അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ഒരുപാട് വയസ്സായ ആളുകളായിട്ട് തോന്നും. നമുക്കിപ്പോഴും ഒരു സ്റ്റുഡന്റ് മനസ്സാണ്, ശരിക്കും ഒരു വിദ്യാർത്ഥികളുടെ മനസ്സാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ആ അർത്ഥത്തില് കേരളത്തിന്റെ സാഹിത്യ രംഗത്ത് ഇനിയും ഒരുപാട് സംഭാവനകൾ, വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകുവാൻ അദ്ദേഹത്തിന് കഴിയും. അതിനുള്ള പ്രതിഭയും
സർഗശേഷിയും അദ്ദേഹത്തിനുണ്ട്. ഉത്തരോത്തരം അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ, മലയാള ഭാഷയിൽ പരിപോഷിപ്പിക്കുവാൻ എന്നും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവാർഡ് ജേതാവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യം, എല്ലാവരും മരണാനന്തര അവയവദാനത്തെ കുറിച്ച് നമ്മൾ വളരെ പറയാറുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ കാണുന്നത് ഭൂരിപക്ഷവും ഒന്നുകിൽ ഉറ്റ ബന്ധുക്കൾക്ക് ഇതുപോലുള്ള സന്നിഗ്ധാവസ്ഥ വരുമ്പോൾ നമ്മൾ സഹായിക്കാൻ ചെയ്യാറുണ്ട്. അതൊന്നുമല്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി സ്വന്തം ഒരു ഓപ്പറേഷന് വിധേയയായി അവയവദാനം ചെയ്ത് ജീവിച്ചിരിക്കുന്ന മാനവികതയുടെ ഉജ്ജ്വല പ്രതീകമായ ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനെ ഈ ഒരു അവാർഡിനെ തെരഞ്ഞെടുത്തത് പ്രത്യേകമായി ജൂറിയെയും ട്രസ്റ്റിനെയും അതിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി മലയാളത്തിന്റെ അതുല്യ കലാകാരന്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ, ആ ദീപ്തസ്മരണകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വായനക്കാരുടെ സ്നേഹം എഴുത്തുകാരന്റെ ആത്മാവിനെ തൊടുമ്പോൾ സമൂഹം നൽകുന്ന ആദരവ് ആ യാത്രയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമായി മാറുന്നു. ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവും മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരനുമായ ശ്രീ സുഭാഷ് ചന്ദ്രനെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും നമസ്കാരം. കുട്ടിക്കാലം മുതൽ ആരാധനയോടെ കേട്ടുവന്ന ഒരു പേര്, പിൽക്കാലത്ത് ഒരു സാഹിത്യ വിദ്യാർത്ഥിയും പിന്നീട് ഒരു എഴുത്തുകാരനുമായപ്പോൾ വായിച്ച് അമ്പരന്ന ഒരു പേര്, മലയാളത്തിൻ്റെ ഇതുവരെയുള്ള ഗദ്യാഖ്യാനങ്ങളുടെ ചരിത്രത്തിൽ എക്കാലവും ജീവിച്ചു നിൽക്കുന്ന ഒരു വലിയ പേര്. ആ പേരിലുള്ള പുരസ്കാരം എനിക്ക് നൽകി അനുഗ്രഹിച്ച കാലത്തിന് ആദ്യം നന്ദി പറയുന്നു. കേശവദേവന്റെ പത്നിയെ ആദ്യമായിട്ടാണ് നേരിൽ കണ്ടത്. അവരുടെ കൈകളിൽ നിന്ന് സ്പർശിക്കാൻ സാധിച്ചു. അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഈ വൈകുന്നേരത്തെ ഭാഗ്യമായിട്ട് എടുത്തു വയ്ക്കുകയാണ്. നമ്മൾ എഴുത്തുകാരെ പറ്റി പറയുമ്പോൾ സാധാരണ അവരുടെ കുടുംബത്തെ ചേർത്ത് ആലോചിക്കാറേയില്ല. ഒരു പൊതുമുതൽ എന്ന നിലയ്ക്ക് എഴുത്തുകാരെ വേദനിപ്പിക്കുന്ന, എഴുത്തുകാരെ വിമർശിക്കുന്ന സമ്പ്രദായങ്ങൾ കാണുമ്പോൾ ഞാൻ കരുതാറുണ്ട് നമ്മുടെ കുടുംബം ഒരുപക്ഷെ ഇതൊക്കെ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും, വിഷമിക്കുന്നുണ്ടാവുന്നു. ആ നിലയ്ക്ക് വളരെ ചെറിയ പ്രായത്തിൽ വളരെ വലിയൊരു എഴുത്തുകാരൻ്റെ പത്നിയെ തീർന്ന് അദ്ദേഹത്തെ അനുധാവനം ചെയ്ത് ഇന്നും കേശവദേവന്റെ ഓർമ്മ നിലനിൽക്കുന്ന ഈ സന്ധ്യയിൽ നമ്മോടൊപ്പം സാന്നിധ്യം വരുന്ന ആ വലിയ സ്ത്രീക്ക് കാൽക്കൽ തൊട്ട് നമസ്കരിക്കാൻ ഈ സന്ധ്യ എനിക്ക് അവസരം തോന്നിയിരിക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ വളരെ മുമ്പ് എൻ്റെ പുസ്തകം വായിച്ചിട്ട് നമ്പർ തപ്പി പിടിച്ച് വിളിച്ച് പരിചയപ്പെട്ട ഒരാളാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കോഴിക്കോട് വെച്ചുള്ള വലിയ സാഹിത്യ സമ്മേളനത്തിൽ എന്നെ അദ്ദേഹം അഭിമുഖം ചെയ്യുകയുണ്ടായി. സാധാരണ നേതാക്കന്മാർ അതിന് തയ്യാറാവുകയില്ല. ഒരു ചെറിയ എഴുത്തുകാരന് ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങോട്ട് അഭിമുഖം ചെയ്യുന്നതിന് തയ്യാറാവുകയില്ല. പക്ഷെ അദ്ദേഹം ഒരു സന്നദ്ധനായി അന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു വലിയ പുസ്തകം വായനക്കാരനാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് സദസ്സിനോട് ഞാൻ പറയുകയുണ്ട്. ഇതതിനെ തിരുത്തി പറയുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു വലിയ പുസ്തകം വായനക്കാരനാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. നമുക്ക് വായിക്കുന്ന, സാഹിത്യത്തെ ആദരിക്കുന്ന, വിജ്ഞാനത്തെ അഗാധമായി സ്നേഹിക്കുന്ന ഭരണാധീനന്മാർ തൻ്റെ ആദർശാത്മക റിപ്പബ്ലിക്കിൽ നിന്ന് കവികളെ പുറത്താക്കും എന്ന് എഴുതിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെ, മഹാനായ സോക്രട്ടീസിനെ വിഷങ്ങളെടുത്ത് കൊല്ലാനായിട്ട് അന്നത്തെ ഭരണകൂടം തീരുമാനിച്ചപ്പോൾ അതുവരെ ഈ സോക്രട്ടീസിന് അനുകൂലമായി സംസാരിച്ചുകൊണ്ടിരുന്ന അക്കാലത്തെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ അധികാരത്തിൻ്റെ നോട്ടം, എതിർപ്പ് സോക്രട്ടീസിന് നേരെയാണ് എന്ന് മനസ്സിലാക്കി കളമാറ്റി ചവിട്ടുകയും സോക്രട്ടീസിനെതിരെ പറയുകയും ചെയ്തു.
സാഹിത്യം എന്ന് പറയുന്നത് പുസ്തകത്തിൽ ഏടുകളിൽ ആദർശം പറയാനുള്ളതല്ല എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള പ്ലേറ്റോയ്ക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ മറുകണ്ഠം ചാടിയ എഴുത്തുകാരോടുള്ള പ്രതിഷേധം കൂടിയായിട്ടാണ് അദ്ദേഹം തന്റെ ആദർശാത്മകത്തിൽ എഴുത്തുകാരെ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞത്. അതിനർത്ഥം എഴുത്ത് മോശമാണെന്നല്ല, അധികാരത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ആദർശത്തെ മാറ്റി സ്ഥാപിക്കുന്ന എഴുത്തുകാർ ഒരു രാജ്യത്തിനും ഒരു റിപ്പബ്ലിക്കിനും ഒരു ദേശത്തിനും ഭൂഷണമല്ല എന്നുള്ള വലിയ തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോയുടെ ശിഷ്യനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പിന്നീട് പോയറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാവ്യശാസ്ത്രം എഴുതുകയും ഭൂമിയിലെ അല്ല പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ ഛത്രാധിപതി എന്ന് പറയുന്നത് എഴുത്തുകാരനാണ്, കവിയാണ് എന്ന് അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതൊരു വലിയ തിരിച്ചറിവാണ്. നമ്മുടെ നാട്ടിൽ അതിന്റെ അനുരണനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും അധികാരിയുടെ കീഴിൽ നല്ല പിള്ളയും നല്ല കുട്ടിയുമായി ചമഞ്ഞിരിക്കുന്ന എഴുത്തുകാരെ കാണുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യർക്ക് ആത്മാവിൽ നിന്ന് രോക്കാനം ഉണ്ടാകാറുണ്ട് എന്ന് നിങ്ങൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അധികാരിക്കും മുകളിലാണ് അല്ലെങ്കിൽ സമശീർഷന് മുന്നിലുമാണ് അക്കാലത്തിന്റെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ വാക്ക് മലയാളത്തിലുണ്ട്. ഞാൻ എല്ലാവർക്കും ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിക്കാൻ ഡൽഹിയിൽ പോയപ്പോഴും വിവർത്തനം ചെയ്ത ഇംഗ്ലീഷിൽ ഞാനത് പറയുകയുണ്ട്. കൽപ്പന എന്നാണ് ആ വാക്കിന്റെ ആ വാക്ക്. കൽപ്പന എന്ന് പറഞ്ഞാൽ അധികാരിയുടെ ഡിഗ്രി അല്ലെങ്കിൽ തീട്ടൂരം അല്ലെങ്കിൽ ഓർഡർ എന്നുള്ള വാക്കിന് മലയാളം ഉപയോഗിക്കുന്ന പദമാണ് കൽപ്പന. എന്നാൽ എഴുത്തുകാരന്റെ കവിയുടെ സർഗവൈഭവത്തിന്റെ പേരായി നമ്മൾ അതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. കൽപ്പന എന്ന വാക്ക്, കവി കൽപ്പന, കാവ്യകൽപ്പന, കാൽപ്പനികം എന്ന് ഉപയോഗിക്കുമ്പോൾ ഒറ്റ വാക്ക് ഒരു അധികാരിയുടെ ഏറ്റവും ഉഗ്രമായ ശാസനത്തിനും ഒരു സർഗാത്മക രചയിതാവിന്റെ ഏറ്റവും ധന്യമായ സങ്കല്പത്തിനും ഒരേ വാക്ക് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഭാഷയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഏത് അധികാരിയോടും തോളൊപ്പം നിൽക്കാൻ, അധികാരിയെ തിരുത്തുവാൻ, അധികാരി വേണ്ടിടത്ത് വിമർശിക്കുവാൻ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുവാനും കൂടി ബാധ്യതയുള്ള ഒരാളാണ് ഏത് എഴുത്തുകാരനും എന്ന് അസന്ദിഗ്ധമായിട്ട് ആത്മാവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ഒരേ മമതയോടെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. നാളെ 5 വർഷമാണ് ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എഴുത്തുകാരുടെ സ്ഥാനം 5 വർഷമല്ല. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള വ്യാസനങ്ങൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, വാത്മീകി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നമസ്കരിക്കുന്നത്. അതിനുശേഷം എത്രയോ ഭരണാധിപന്മാർ മണ്ണടിഞ്ഞു പോയിട്ടും മണ്ണടിയാതെ തുടരുന്ന ആ വലിയ സർഗ ചേതനയെയാണ് നമ്മൾ കൂടുതൽ നമസ്കരിക്കുന്നത് എന്ന് തിരിച്ചറിവുള്ള ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ യാതൊരു സങ്കോചവുമില്ലാതെ ആണ് ഞാൻ ഇന്ന് സ്വീകരിച്ചത്. ഹക്കീം മുഹമ്മദ് ബഷീറിന് ഡിലീറ്റ് കൊടുക്കുന്ന ഒരു ചിത്രം ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികളുടെ ആരംഭത്തിലുണ്ട്. ബഷീർ അന്നത്തെ ഗവർണറായിരുന്ന രാമചന്ദ്രന്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്ന ചിത്രമാണ്. ആ ചിത്രത്തിന്റെ പ്രത്യേകത നമുക്ക് സാറിന് ഓർമ്മയുണ്ടായിരിക്കും. പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് എഴുത്തുകാരനായ ബഷീർ ഗവർണർ രാമചന്ദ്രന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ചിത്രമാണ്. നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗവർണറെ ഒരു എഴുത്തുകാരൻ അനുഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ എഴുത്തുകാരുടെയും മുമ്പ് ചുമരുകളിൽ ചില്ലിട്ട് വയ്ക്കേണ്ടുന്ന ഒരു ചിത്രമാണത്. കാരണം അനുഗ്രഹം ചൊരിയുവാൻ അല്ലെങ്കിൽ അധികാരികളെ നിയന്ത്രിക്കുവാൻ, ഗുണദോഷ നിർവചനം നടത്തി അവരെ നേർവഴിക്ക് നടത്തുവാനാണ് ഒരു എഴുത്തുകാരുടെ പരമപ്രധാനമായിട്ടുള്ള ധർമ്മം എന്ന അവബോധം ബഷീർ അങ്ങനെ വലിയ വായന, സൈദ്ധാന്തിക വായനയൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാവിൽ ഉദിച്ച ആ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് അത് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഷ്ട, അങ്ങനെ ഒരു ഐക്യം, അങ്ങനെ ഒരു ചേഷ്ട അദ്ദേഹത്തിൽ നിന്നുണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവിടെ എനിക്ക് നിൽക്കുമ്പോൾ വ്യക്തിപരമായി എന്നെ കൂടുതൽ അഭിമാനിയാക്കുന്ന ഒരു സന്ദർഭം അത് ശ്രീമതി ഡോക്ടർ തങ്കത്തിന്റെ ഒപ്പം ഇരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ ആലങ്കാരികമായിട്ട് പറയും എഴുത്തുകാരെ ഹൃദയം കൊടുക്കുന്നവരാണ് എന്ന് പറയും. ഒരു സംസ്കാരത്തിന്, ഒരു ഭാഷയ്ക്ക്, ഒരു പ്രദേശത്തിന് ഹൃദയം നൽകുന്ന, ആലങ്കാരികമായിട്ടാണെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു, ഹൃദയത്തിൽ സ്പർശിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. തന്റെ ഹൃദയത്തിന്റെ
തരംഗങ്ങളെയാണ് ഒരു വലിയ എഴുത്തുകാരൻ ആ സമൂഹത്തിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ തന്റെ അവയവം വൃക്ക കൊടുത്തുകൊണ്ട് ഒരു മഹതി, അവർക്ക് നമ്മൾ പലപ്പോഴും രക്തദാനം വൃക്കദാനം എന്ന് കേൾക്കുമ്പോൾ അതിനകത്തൊരു ഒരു ഗതികേടിന്റെ ഒരു അംശം പലപ്പോഴും അറിയാതെ നമ്മുടെ മനസ്സിൽ വരും. കാരണം ചിലപ്പോൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റാക്കറ്റിന്റെ പിടിയിൽ പെട്ടിട്ടുണ്ടാവുന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അറിവുള്ള, ആരോഗ്യരംഗത്തെ പറ്റി നല്ല ധാരണയുള്ള ഒരു വ്യക്തി അജ്ഞാതയായിട്ടുള്ള അല്ലെങ്കിൽ അജ്ഞാതനായിട്ടുള്ള ഒരാൾക്ക് തന്റെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്ന് ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയല്ല. അത് പുരസ്കാരം എന്ന് പോലെ സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ പുരസ്കാര ദാനം എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ്. പുരസ്കാരം ദാനം ചെയ്യേണ്ടതല്ല, സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്റെ ഒരു പ്രധാനപ്പെട്ട വൈറ്റൽ ഓർഗൻ അവർ സമർപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ഒപ്പം ഒരു വേദിയിലിരിക്കാൻ സാധിച്ചില്ല. അവർക്ക് നമസ്കാരം പറയുന്നത് ഇവിടെ കേശവദേവിന്റെ കാര്യത്തിലെന്നതുപോലെ ജ്യോതിദേവിനെയും കേശവദേവിനെയും ചേർത്ത് ആലോചിക്കുമ്പോൾ ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട്, ദേവ് കേശവദേവ് കയ്പിന്റെ ആളായിരുന്നു. എതിർപ്പ് എന്നതുപോലെ കയ്പിന്റെ ചവർപ്പിന്റെ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ മധുരത്തിനെതിരെ പോരാടിക്കൊണ്ടാണ് തന്റെ ജീവിതം ധന്യമാക്കുന്നത്. കാലം അറിയാതെ കേൾപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇതെല്ലാം സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും കാണാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ജ്യോതി ദേവ് ഒരു പ്രമേഹ ചികിത്സകനായത് എന്ന് ചോദിച്ചാൽ കേശവദേവിന്റെ മകനായതുകൊണ്ട് എന്നുള്ളതാണ്. കാരണം സച്ചിൻ ടെണ്ടുൽക്കറുടെ അച്ഛൻ മറാത്തയിലെ മഹാകവിയായിരുന്നു രമേശ് ടെണ്ടുൽക്കർ. അദ്ദേഹത്തിന് തന്റെ മകൻ സംഗീതജ്ഞനാകുമെന്ന ആഗ്രഹത്തോടെയാണ് സച്ചിൻ ദേവ് ബർമന്റെ പേരിട്ട് വളർത്തിയത്. സച്ചിൻ ദേവ് എസ് ബി ബർമന്റെ പേരിട്ട് വളർത്തിയത് തനിക്ക് പറ്റാത്ത സംഗീതത്തിന്റെ ഒരു മേഖലയിൽ തന്റെ മകൻ വിരാജിക്കണമെന്ന ആഗ്രഹത്തോടെ. പക്ഷെ അദ്ദേഹം കവിതയും സംഗീതവും തന്റെ വില്ലോ ഡാറ്റിലൂടെ ആണ് പ്രസരിപ്പിച്ചതെന്ന് നമുക്കറിയാം. അങ്ങനെ കാലം വ്യത്യസ്തമായ മേഖലയിലാണെങ്കിലും ഒരേ വെളിച്ചം പ്രസരിപ്പിക്കുന്നതിന്റെ ഒരു തുടർച്ച, ഒരു തുടർക്കണ്ണിയായിട്ടാണ് ജ്യോതിദേവനെ ഞാൻ കാണുന്നത്. മധുരത്തോടുള്ള അദ്ദേഹത്തിന്റെ യുദ്ധം, പ്രമേഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ആജീവനാന്തം എന്ന് പറയാവുന്ന തരത്തിൽ അതിൽ ആദർശനായിട്ടുള്ള ഒരു ഡോക്ടർ. അങ്ങനെ ഞാനിപ്പോ ബിന്ദു കൃഷ്ണയോട് പറയുകയായിരുന്നു, നമ്മള് വനിതകൾക്ക് വേണ്ടിയിട്ടൊരു സൗജന്യ യാത്ര തരപ്പെടുത്തിയ ദിവസം അവരുടെ തലയിൽ പായസം വീണ വാർത്ത കണ്ടപ്പോൾ ഞാൻ വെച്ചത് എങ്ങനെയാണ് കാര്യം പ്ലാൻ ചെയ്യുന്നത്. കാരണം കട്ടൗട്ടിലൊക്കെ പാലഭിഷേകം നടത്തുന്ന ഒരു കാര്യം നടത്തിക്കഴിഞ്ഞാൽ മന്ത്രിമാരുടെയും വിജയുടെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയൊക്കെ കട്ടൗട്ട് വെച്ചിട്ട് പാലഭിഷേകം ചെയ്യുന്നത് നല്ല നിഷ്ഠമാണ്. ഇവിടെ ഏതാണ് വനിതാ മന്ത്രിക്ക് കാലം അറിയാതെ പാൽപ്പായസാഭിഷേകം കൈതട്ടിയിട്ടാണെങ്കിൽ നടത്തുന്നു. ശ്രദ്ധിച്ചാൽ അത് അതിനകത്തുള്ള നന്മ, അതിൽ കാലം നടത്തുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു എടുത്തുവയ്പ്. ഒരു ഗംഭീരനായ കവി ഉചിതമായ ഒരു പദം ഒരു കവിതയിൽ എടുത്തു വയ്ക്കുന്നത് പോലെ കാലം അതിനകത്ത് ഒരു ആംഗ്യം എടുത്തു വയ്ക്കുന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിനെ കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള എഴുത്തുകാര് പ്രധാനമായും അധികാരത്തിന് മുമ്പിൽ വളയാതെ നിൽക്കേണ്ട ഒരാളാണ്. നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് കേശവദേവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ എതിർപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു പ്രതിപക്ഷ സ്വഭാവം മാത്രമുള്ള ഒന്നല്ല, എതിർക്കേണ്ടുന്ന എല്ലാത്തിനെയും എതിർക്കണം എന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു വലിയ എഴുത്തുകാരൻ. ആ അർത്ഥത്തിൽ അക്ഷരങ്ങളിലൂടെ ഉള്ള ഒരു ആക്ടിവിസ്റ്റ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനുള്ള സന്തോഷം, ധന്യത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സന്ധ്യയിൽ ഇതിന് സാക്ഷ്യം വഹിച്ച ഓരോരുത്തരോടും എന്റെ ഹൃദയാന്തരം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ചില ജീവിതങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കും, ചില ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കും. എന്നാൽ അപൂർവമായ ചില ജീവിതങ്ങൾ നമ്മെ മനുഷ്യ സ്നേഹത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ഈ വർഷത്തെ പി കേശവദേവ് ഡയറക്ടറി കേരള പുരസ്കാര ജേതാവ് ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനെ മറുപടി പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം എന്റെ മലയാളം അപ്പോളജൈസ്. ഇവിടെ ഇരിക്കുന്ന വലിയ വലിയ സാഹിത്യകാരും വലിയ പേഴ്സണാലിറ്റീസിന് മുമ്പിൽ എന്റെ മലയാളം വിൽ ബി വെരി കൊളോക്കിയൽ.
സോ ആദ്യം കേശവദേവ് ട്രസ്റ്റ് മെമ്പേഴ്സിനോട് വെരി താങ്ക്ഫുൾ. ഞാനിത് അർഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ആദ്യം ജ്യോതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ റിയലി വൈ ഡു ഐ റിയലി ഡിസേർവ് ദിസ് എന്ന് ആദ്യം ഞാൻ ചോദിച്ചു. പിന്നെ വളരെ താഴ്മയോടുകൂടി താങ്ക് യു വെരി മച്ച്. ഒരു സന്ദേശം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓർഗൻ ഡൊണേഷൻ, അവയവദാനം ഇന്ത്യയിൽ വളരെ വളരെ കുറവാണ്. ഹോൾ വേൾഡില് ഏറ്റവും കൂടുതൽ അവയവദാനം നടക്കുന്നത് സ്പെയിനിലാണ്. അവിടെ 49 per million പോപ്പുലേഷൻ ആണ്. ഒരു പോപ്പുലേഷൻ പെർ മില്യൺ പോപ്പുലേഷനിൽ 49 പേരാണ് അവയവദാനം നടത്തുന്നത് സ്പെയിനിൽ. ഇന്ത്യ ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ വേൾഡ് ആയിട്ട് പോലും ഇവിടുത്തെ ഓർഗൻ ഡൊണേഷൻ ഇസ് ലെസ് ദാൻ 1 per million പോപ്പുലേഷൻ. അത്ര വളരെ വളരെ കുറവാണ് ഇന്ത്യയിൽ. സോ ഒരു മൂവ്മെന്റ്, ഇപ്പം എന്റെ ഒരു സ്റ്റോറി കാരണം ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഹീറോ വർഷിപ്പ്. ഇതൊരു ഹെഡ്ലൈൻ മാത്രമായി ഇരിക്കുകയാണെങ്കിൽ അതല്ല എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശം ഓർഗൻ ഡൊണേഷനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കണം. എല്ലാ കുടുംബത്തിലും ഇതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാകണം. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത് ഇത്ര കുറവ് ഇന്ത്യയിലെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഭയം ആയിരിക്കാം, ഫിയർ, പിന്നെ ചില റിലീജിയസ് ബിലീഫ്സ്, ദെൻ സൂപ്പർസ്റ്റിഷൻസ്, വിശ്വാസം, കുറച്ച് അന്ധവിശ്വാസം. സോ മരണാനന്തരം എനിക്ക് ആ ഓർഗനെ കൊണ്ട് യൂസ് ഇല്ല. അപ്പം അത് എന്തുകൊണ്ട് ഞാൻ ദാനം ചെയ്യുന്നില്ല? എല്ലാവരും ഒന്ന് ചിന്തിക്കുക. 1 donor can save 8 to 10 lives. അപ്പം അത് എന്തുകൊണ്ട് we cannot pledge our organs? Why we are not doing it? എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുക. എനിക്ക് ഇത് ചെയ്യാൻ ഇൻസ്പയർ ചെയ്തത് 2014 മരണാനന്തരം ഓർഗൻ ഡൊണേഷൻ ഞാൻ സൈൻ ചെയ്തിരുന്നു. പക്ഷെ അവിടുത്തെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റേഴ്സ് എല്ലാവരോടും സംസാരിച്ചു വന്നപ്പോൾ പേപ്പർ വർക്കൊക്കെ ശരിയാണ്, എവറിത്തിങ് ഞാൻ ചെയ്തിട്ടാണെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ യുവർ ഡെത്ത് നമ്മളില്ലല്ലോ, അത് നമ്മുടെ ആഗ്രഹം എന്താ യാഥാർത്ഥ്യമാകുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മളില്ലല്ലോ. അപ്പം സർക്കംസ്റ്റാൻസസ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ കൂടെ ഉണ്ടാവത്തില്ല, നമ്മൾ മരണം നടക്കുന്ന സ്ഥലം വേറെ ആയിരിക്കും, സമയം പോയി കാണും. സോ എല്ലാം ഒത്തുവന്നാലേ നമ്മളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഐ വാണ്ടഡ് ടു ഡു ഇറ്റ് വെൻ ഐ എം അലൈവ്. ആൻഡ് 2 വൃക്കയുണ്ട്. ഒരു വൃക്ക കൊണ്ട് നോർമൽ ലൈഫ് ലീഡ് ചെയ്യണം. എന്നെ കണ്ടാൽ യു വിൽ നോ. ഇപ്പം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്നോട് 18 ആഴ്ചയായി, 4.5 മാസമായി. എനിക്കൊരു പ്രോബ്ലമും ഇല്ല. ഐ എം ബാക്ക് ടു മൈ ഓൾഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ വൺ മെസ്സേജ് ഈസ് please keep yourself healthy. Maybe you will be a donor and you can save someone's life. Second, after your death, please pledge your organs. 1 donor can save many lives. എല്ലാവർക്കുമുള്ള ഭയം, ഫിയർ ലിവ്സ് ഇൻ സൈലൻസ്. സോ അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംഭാഷണം തുടങ്ങണം. ഈ സോഷ്യൽ സ്റ്റിഗ്മ മാറണം. മരണം ഒരു ഗൃഹനാഥന് അവരുടെ ടു ഹിസ് ഫാമിലി സംസാരിക്കാൻ പറ്റണം. ഞാൻ മരിച്ചുപോയാൽ എന്റെ ഓർഗൻസ് പ്ലീസ് ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
പ്ലീസ് ഫുൾഫിൽ മൈ പ്രോമിസ്. അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ഒരു സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകണം. എല്ലാ വീടുകളിലും ഉണ്ടാകണം. എല്ലാരും വിചാരിക്കുന്ന പോലെ ഈ ഒരു വീട്ടിലെങ്കിലും ഈ ആക്ഷൻ കാരണം ഈ ചർച്ച ആരംഭിച്ചെങ്കിൽ ഐ വിൽ സേ ദ മൂവ്മെന്റ് ഹാസ് സ്റ്റാർട്ടഡ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് നോട്ട് വിത്ത് ദ സ്കാൽപ്പൽ. ഓപ്പറേഷൻ കൊണ്ടല്ല ആരംഭിക്കുന്നത്, ഒരു ചെക്ക് ബോക്സിൽ കൂടിയാണ്. സോ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ onedonor.manylives.com എന്ന വെബ്സൈറ്റ് ദയചെയ്ത് വിസിറ്റ് ചെയ്യുക. എന്റെ സഹോദരൻ ഞാൻ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം എന്റെ സഹോദരൻ ഇത് ഉണ്ടാക്കിയ വെബ്സൈറ്റ് ആണ് ടു give people more knowledge about organ donation. Anyone can pledge their organs. After your death, the organs are not of use to you. So please, എല്ലാവരും അത് ഒന്ന് ചിന്തിക്കുക. കുടുംബത്തിൽ ഇതിനെക്കുറിച്ച് സംസാരം ഉണ്ടാകട്ടെ. Without stigma, one donor, many lives. That's it. Thank you so much for it. താങ്ക് യു മാം. എല്ലാ നല്ല പരിപാടികൾക്കും പിന്നിൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രയത്നമുണ്ട്. ഇന്നത്തെ ഈ മനോഹരമായ സായാഹ്നത്തെ യാഥാർത്ഥ്യമാക്കിയ എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിന് പി കേശവദേവ് ട്രസ്റ്റ് സെക്രട്ടറി ശ്രീമതി സുനിത ജ്യോതിദേവ് മാമിനെ കൃതജ്ഞത രേഖപ്പെടുത്താൻ ക്ഷണിക്കുന്നു. ആദരണീയായ ട്രസ്റ്റ് ചെയർപേഴ്സൺ ശ്രീമതി സീതാലക്ഷ്മി ദേവ്, വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ടവരെ, പി കേശവദേവ് ട്രസ്റ്റിന്റെ ഈ വർഷത്തെ പുരസ്കാരദാന ചടങ്ങ് ഇവിടെ സമാപിക്കുകയാണ്. തികച്ചും അഭിമാനത്തോടുകൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 22 വർഷങ്ങളായി യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ യശശരീരനായ പി കേശവദേവന്റെ സ്മരണാർത്ഥം ഈ പുരസ്കാരദാന ചടങ്ങ് മുടങ്ങാതെ നടത്തുവാൻ സാധിച്ചതിൽ അദ്ദേഹത്തിന്റെ ഏകമകൻ ജ്യോതിദേവിനോടൊപ്പം കുടുംബാംഗങ്ങളായ ഞങ്ങൾക്ക് ഏവർക്കും വലിയ ചാരിതാർത്ഥ്യമുണ്ട്. മുഖപൂരകൂടാതെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർക്കുകയും കേശവദേവ് പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ഹൃദ്യമായ പ്രസംഗത്തിലൂടെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വായനയും പുസ്തകങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് തിരക്കിനിടയിലും ഈ ചടങ്ങിൽ പങ്കുചേരാൻ സമയം കണ്ടെത്തിയതിന് പ്രത്യേക കടപ്പാട് രേഖപ്പെടുത്തി. അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന് കേശവദേവ് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ, കേശവദേവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചും മനോഹരമായും അർത്ഥവത്തായതുമായ ഓർമ്മകൾ പങ്കുവച്ചതിന് പ്രിയപ്പെട്ട മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ അവർക്ക് പി കേശവദേവ് ട്രസ്റ്റിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മേയർ വി രാജേഷ് അവർക്ക് ചില ഔദ്യോഗിക തിരക്ക് കാരണം ഇവിടെ വന്നെത്താമെന്ന് സമ്മതിച്ചെങ്കിലും അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിനും ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സാഹിത്യ രംഗത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ പ്രിയപ്പെട്ട ശ്രീ സുഭാഷ് ചന്ദ്രൻ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നൽകി ആദരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നെത്തി പുരസ്കാരം സദയം ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന് ട്രസ്റ്റിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ഭംഗിതമായ അറിയിക്കുന്നു. മനുഷ്യ സേവനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യൻ നമുക്ക് കാണിച്ചു തന്നത്. ഒരു ജീവൻ രക്ഷിക്കാനായി സ്വന്തം വൃക്ക ദാനം ചെയ്ത ഡോക്ടറുടെ കരുതലിന് മുന്നിൽ ഞങ്ങൾ നമിക്കുന്നു. പി കേശവദേവ് ലൈവ്സ്ട്രീം കേരള പുരസ്കാരം ഏറ്റുവാങ്ങിയ ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യത്തിന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും കേശവദേവ് ട്രസ്റ്റിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കട്ടെ. ഈ ചടങ്ങ് മനോഹരമായ പ്രാർത്ഥനയോടെ ആരംഭിച്ച ലൈവ്സ്ട്രീം കേരള അവാർഡ് കമ്മിറ്റി അംഗം ഡോക്ടർ അനുശങ്കറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം പുരസ്കാര സമിതി അധ്യക്ഷൻ ഡോക്ടർ ജോർജ് ഓളപ്പൂർ സാറിനും പുരസ്കാര സമിതി അംഗങ്ങളായ ശ്രീ വിജയകൃഷ്ണൻ, ശ്രീ ദേശമംഗലം രാമകൃഷ്ണൻ, ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് എന്നിവർക്കും ലൈവ്സ്ട്രീം കേരള പുരസ്കാര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ തോമസ് മാത്യു, ഡോക്ടർ പി ജി ബാലഗോപാൽ,
ഡോക്ടർ കൃഷ്ണദേവ് ജ്യോതിദേവ് എന്നിവർക്കും എന്റെ കൃതജ്ഞത അറിയിക്കുന്നു. ഈ ചടങ്ങിന് ശേഷം അവതരിപ്പിക്കുന്ന മനോഹരമായ നാടകം സംവിധാനം ചെയ്ത ഡോക്ടർ തോമസ് മാത്യു സാറിനും മറ്റു കലാകാരന്മാർക്കും കേശവദേവ് ട്രസ്റ്റിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കട്ടെ. ഈ യോഗം ഇത്രയും ഭംഗിയായി സംഘടിപ്പിക്കാൻ സഹായിച്ച സ്റ്റോറി ആർക്ക് എന്ന ഇവന്റ് ഗ്രൂപ്പിനും അതിലെ ഹരിക്കും ബിന്ദുവിനും എന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിദേവ് ഡയബറ്റിസ് റിസർച്ച് സെന്ററിലെ എല്ലാ സഹപ്രവർത്തകർക്കും എന്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ഏവരുടെയും അർപ്പണബോധവും കഠിനാധ്വാനവും ഇല്ലാതെ ഈ പരിപാടി ഇത്ര മനോഹരമായി സംഘടിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവസാനമായി ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ യോഗത്തെ ധന്യമാക്കുകയും ചെയ്ത എല്ലാ മാന്യ വ്യക്തികൾക്കും കേശവദേവ് ട്രസ്റ്റിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി. സാഹിത്യത്തെ ആദരിക്കുകയും സേവനത്തെ ആഘോഷിക്കുകയും മനുഷ്യനിലെ നന്മയെ ഉയർത്തിക്കാട്ടുകയും ചെയ്ത ഒരു മനോഹര സായാഹ്നത്തിനാണ് നാം സാക്ഷികളായത്. പി കേശവദേവിന്റെ സ്വപ്നങ്ങളായ സമത്വവും മനുഷ്യസ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും നമ്മെ എന്നും നയിക്കട്ടെ. ഇനി ഈ ആഘോഷത്തിന്റെ സാംസ്കാരിക തുടർച്ചയായി ഡോക്ടർ തോമസ് മാത്യു സർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സർവം റീൽസ് നയം എന്ന നാടകം അരങ്ങേറുന്നതാണ്. എല്ലാവർക്കും നാടകം ആസ്വദിക്കാൻ സാദരം ക്ഷണിച്ചുകൊണ്ട് നന്ദിയോടെ ഈ ചടങ്ങിന്റെ ഔപചാരിക ഭാഗം സമാപിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരു ചെറു ഭക്ഷണം വെളിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരിച്ചു വന്ന് നാടകം ആസ്വദിക്കേണ്ടതാണ്. താങ്ക് യു.